സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംഫിസീമ എന്നിവയ്ക്ക് അരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-112-356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 011229011701 മിസ് കോൾ ചെയ്യൂ. ഭൂമിയിൽ എല്ലാത്തിനും ഒരു ചക്രമുണ്ട്. കാലത്തിനൊരു ചക്രം, കാലാവസ്ഥയ്ക്കൊരു ചക്രം, ജീവികളുടെ ആഹാരത്തിനൊരു ചക്രം. എന്തിന്? എല്ലാവരെയും വട്ടം കറക്കാൻ വേണ്ടി കമ്മട്ടത്തിൽ അച്ചടിച്ചെടുത്ത കടലാസിനും നമ്മൾ അതേ പേരിട്ടു, ചക്രം. നിങ്ങൾക്കറിയോ, എന്തിനാന്ന് വലിയ ഐഡിയ ഒന്നും ഇല്ലാതെ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിൽ മനുഷ്യന്മാരുടെ ജീവിതം തന്നെ വേറെ ലെവലാക്കി മാറ്റിയ ഒരു കണ്ടുപിടുത്തവും അത് തന്നെയായിരുന്നു, ചക്രം. എവിടെയായിരുന്നു നീ? എന്നാ വരുമായിരുന്നു. താക്കോലെവിടെ? അയ്യോ, താക്കോലെടുത്തില്ല. വേഗം പോയി എടുത്തോണ്ട് വാ. പാലക്കാട്ടുകാരൻ രാമചന്ദ്രൻ ശാന്തനും സാത്വികനും, അതിലുപരി ഈ കുഗ്രാമത്തിലെ ഒരേ ഒരു പോസ്റ്റ് മാസ്റ്ററുമായ എന്റെ അച്ഛന്റെ ഈ തറവാട്ട് വീട്ടിലായിരുന്നു ഗൗതമൻ എന്ന ഈ ഞാൻ 10 വയസ്സ് തികച്ചത്. ശ്രീനു, സൈക്കിളിന്റെ ചാവി കാണില്ല. അതിപ്പോ എവിടെ പോവാനാ? ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. ഞാൻ ഇന്നലെ അലമാരുടെ മേലെ വെച്ചാണല്ലോ ഇടാത്തുള്ളൂ. ചാവി രാവിലെ ചക്രം കറക്കി ഇറങ്ങിയതാ അച്ഛയുടെ ഗൗതമൻ. അച്ഛാ, തേൻമുട്ട ഉണ്ടായിരുന്നേ. ആവാലോ. എത്ര എണ്ണം വേണം? ഒരാൾക്ക് 3 മുട്ടായി. രാമ, നീ കാശ് കളയണ്ട. അച്ഛ കൊണ്ടുവരട്ടോ, പക്ഷെ മുത്തശ്ശിക്ക് കൊടുക്കണ്ടോ. എന്നാ നീ വാങ്ങണ്ട, പോയിക്കോ. വാങ്ങാമേ, വഴക്കുണ്ടാക്കണ്ട. പഞ്ചസാര കൂടുമ്പോ. മുത്തശ്ശിയായിരുന്നു എന്റെ ബെസ്റ്റ് കമ്പനി. എല്ലാ ദിവസവും വൈകിട്ട് മുത്തശ്ശി എനിക്ക് ഓരോ പുരാണ കഥകൾ പറഞ്ഞു തരുമായിരുന്നു. എന്താ കഥ? ഉണ്ണികൃഷ്ണനെ കൊല്ലാനായിട്ട് ശകടാസുരൻ അങ്ങോട്ട് പാഞ്ഞു വന്നു. അമ്മയുടെ ചോറും സാമ്പാറിന്റെ ഒപ്പം മുത്തശ്ശിയുടെ എപ്പിക് ത്രില്ലേഴ്സും കൂട്ടിക്കുഴച്ച് ഞാൻ തൊണ്ട തൊടാതെ വിഴുങ്ങി. 7 കുതിരകളെ പൂട്ടിയ രഥത്തിൽ കൃഷ്ണനും അർജുനും യുദ്ധഭൂമിയിലേക്ക് പാഞ്ഞടുത്തു. മുത്തശ്ശി പറഞ്ഞു തന്ന മഹാഭാരത കഥയില് എനിക്ക് ഏറ്റവും ഇഷ്ടം ശ്രീകൃഷ്ണനായിരുന്നു. ശരിക്കും 7 കുതിരകളല്ലേ? ഇതിപ്പോ 2 എണ്ണല്ലേ ഉള്ളൂ. കാരണം
പുള്ളിയാണല്ലോ വണ്ടി ഓടിച്ചിരുന്നത്. പുരാണത്തിൽ നിന്ന് ബ്രേക്ക് എടുത്ത് മുത്തശ്ശി ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള ഒരു റിയൽ ലൈഫ് സ്റ്റോറി ഉണ്ടായിരുന്നു. പണ്ട് എന്റെ രാമന്റെ അച്ഛൻ നിന്റെ മുത്തച്ഛനെ അങ്ങ് സിലോണെന്ന് കാറിൽ വരുമ്പോ കയ്യ് നിറയെ തേൻമിഠായും കൊണ്ട് എന്നെ വരമ്പത്തൂടെ കാറിൽ ചുറ്റിക്കുകയായിരുന്നു. നീ കയറിയിട്ടുണ്ടോ ഗൗതമ കാറില്? ലാംബി കാറെന്ന് പറഞ്ഞാത്ത കാറ്, അത് ഓടിക്കണ ആളെന്ന് പറഞ്ഞാത്ത ആള്. സിലോണെന്ന് പാലക്കാട് വരെ അയാള് നിന്റെ മുത്തച്ഛനെ ഒരു പോറല് പോലും മേൽക്കാതെ കൊണ്ടുവരും. ഇന്നുണ്ടായിരുന്നെങ്കിൽ ഒരു കാറ് ഈ മുറ്റത്ത് കിടന്നേനെ. ഏത് സിലോണിൽ നിന്ന് പാലക്കാട്ടേക്ക് വന്ന കാറേ? അയലത്തെ ഔസപ്പേട്ടന്റെ വീട്ടിൽ വന്ന് മടങ്ങിപ്പോകുന്ന അംബാസഡർ കാറിന്റെ ആദ്യ ദർശനം എന്റെ മനസ്സിലൊരു വികാരമായി മുട്ടിട്ടു. ഏതൊരു ആൺകുട്ടിയുടെയും ആദ്യ പ്രണയം കാർ. അങ്ങനെ ഇരിക്കെയാണ് അച്ഛയ്ക്ക് പാലക്കാട് നിന്ന് കൊച്ചിയിലേക്ക് സ്ഥലം മാറ്റം കിട്ടുന്നത്. അങ്ങനെ നാളുകൾക്ക് ശേഷം എന്റെ തറവാട് വീടിന്റെ മുറ്റത്ത് ഒരു ആംബി കാർ വന്നു നിന്നു. ഞാനന്ന് ആദ്യമായിട്ട് കാറ് കയറുന്ന സന്തോഷത്തിലായിരുന്നു. പാലക്കാടിന്റെ ശേഷിക്കുന്ന ഓർമ്മയ്ക്കായിട്ട് അച്ഛയുടെ ഒന്നിന്റെ സൈക്കിളിൽ ലോഡ് ചെയ്ത് കൊച്ചിയിൽ പുതിയൊരു ജീവിതത്തിലേക്ക് ഞങ്ങളന്ന് കാർ ഓടിച്ച് കയറി. താരെയ്യം തക്കിട തെയ്യം തരികിട തെയ്യം തരികിട താളം, താരെയ്യം തക്കിട തെയ്യം തരികിട താളം, താരെയ്യം തക്കിട തെയ്യം തരികിട തെയ്യം തരികിട താളം, താരെയ്യം തക്കിട തെയ്യം തരികിട താളം. മേലെ ഞാൻ മേലെ കേറി ദൂരത്തേതോ കാട്ടിനുള്ളിൽ ആരാരും കാണാ ദൂരം ഓടിപ്പായും. ആരംഭം തേടാനിനിയും നേടാനിനിയും ദൂരം പോണം, കാണക്കഥ കേൾക്കാനിനിയും കാര്യം കാണും. മാമയിലുകൾ കാടുകളേറി കാണാത്തൊരു മലയും കേറി ആരാരും കാണാതെങ്ങോ ദൂരത്തേക്കോ പോയൊരു വട്ടം. ഇനിയെങ്ങാൻ കണ്ടവരുണ്ടോ, ഇനിയെങ്ങാൻ കേട്ടവരുണ്ടോ? എന്താണ് 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 എന്തോന്നാണ്? ദൈതകതാരം ദഗതാരം ദൈതകതാരം ദഗതാരം ദൈതകതാരം ദഗതാരം ഗൗതമന്റെ ഈ അവതാരം. ദൈതകതാരം ദഗതാരം ദൈതകതാരം ദഗതാരം ദൈതകതാരം ദഗതാരം ഗൗതമന്റെ ഈ അവതാരം. തനനരനനോ തനനന തനന തരനനനനോ തരനനനോ. ആരാരും കാണാതെത്തും വട്ടം കണ്ടേ പുതിയൊരു നോട്ടം, ആ നോട്ടം പിന്നങ്ങോട്ടൊരു ഓടാവോട്ടം. കാലത്തിൻ ചക്രം കൊണ്ടേ പുതിയൊരു ചക്രം കൊണ്ടേ പോണേ, ആ ചക്രം പിന്നങ്ങോട്ടൊരു വല്ലാതോട്ടം. ആരംഭം തേടാനിനി നേടാനിനി എങ്ങോ പോണം, ഇനിയല്ലേ ദൂരം ദഗതാരം ദഗതൈതാരം. ഈ ദൂരം പോകാനിനി ഓടാനിനി എന്തോ വേണം, ആരാരും കാണാതേതോ ദൂരം താണ്ടിപ്പോകും ഈ വണ്ടി. ദൈതകതാരം 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 ദൈതാരം ദൈതകതാരം ദഗതാരം ദൈതകതാരം ദഗതാരം ദൈതകതാരം ദഗതാരം ഗൗതമന്റെ ഈ അവതാരം. ദൈതകതാരം ദഗതാരം ദൈതകതാരം ദഗതാരം ദൈതകതാരം ദഗതാരം ഗൗതമന്റെ ഈ അവതാരം. പുലിയായി വന്നേ അയ്യനും മയിലായി വന്നേ മുരുകനും, പുലിയായി വന്നേ അയ്യനും മയിലായി വന്നേ മുരുകനും. ഏ രാമ രമ രമ രമ, പുതിയൊരു നാളെ പുതിയൊരു ലോകം പുതിയൊരു തേരു തളിക്കാനായെന്നേ. ജയ് ശ്രീരാമ രാമ. സരി സനി സരി സനി സരി നി സനി പനി പനി സനി സഗരി സനി പനി സഗരി മഗരി സനി സഗരേ. ദൈതകതാരം ദഗതാരം ദൈതകതാരം ദഗതാരം ദൈതകതാരം ദഗതാരം ഗൗതമന്റെ ഈ അവതാരം. 8 വർഷങ്ങൾക്കിപ്പുറം തേൻമിഠായിയുടെ അൺഅവൈലബിലിറ്റി മൂലം മുത്തശ്ശി സിൽക്കിലേക്ക് അപ്ഗ്രേഡഡ് ആകുമെന്നും അടുത്ത വീട്ടിലെ ആന്റിമാരെ കൂട്ടുപിടിച്ച് അമ്മ ഒരു തിരുവാതിര ട്രൂപ്പ് തുടങ്ങുമെന്നും ആ പഴയ ഒന്നിന്റെ റാലി സൈക്കിളിൽ നിന്ന് അച്ഛ സെൽഫ് പ്രൊമോട്ടഡ് ആവില്ലെന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒന്ന് പോടാ.
പണ്ട് നിന്റെ മുത്തച്ഛൻ സിലോണിന്ന് കാറിൽ വന്ന് പാലക്കാട്. മുത്തശ്ശി, ഞാൻ പലവണ പറഞ്ഞിട്ട് പണ്ട് ഈ പൊട്ടക്കഥ പറഞ്ഞെന്നെ പറ്റിച്ച പോലെ ഇനി എന്നെ പറ്റിക്കാൻ നോക്കട്ടാ. സി ഓൾഡ് ലേഡി, ഐ ഗോട്ട് ബ്രെയിൻസ് നൗ. ഓക്കെ. ഓ, എന്നാടാ നിനക്ക് ഈ ബ്രെയിൻ ഉണ്ടായത്? എന്റെ രാമേന്ദ്രൻ വന്നതിന് ശേഷമല്ലേള്ളൂ. അതെ, എന്തൊക്കെയായാലും ശ്രീലങ്കയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മുത്തശ്ശനല്ല ലോകത്ത് ഒരാൾക്കും കാർ ഓടിച്ച് വരാൻ പറ്റൂല. വെറുതെ പൊട്ടക്കഥയും പറഞ്ഞോണ്ടിങ്ങനെ ഇരുന്നു. ഇന്ത്യയുടെ ശ്രീലങ്കയുടെ ഇടയിൽ വലിയ കടലാണ്. അമ്പടക്കേമാ, നീ തോറ്റു. പണ്ട് രാമനും ഹനുമാനും കൂടി പണിത രാമസേതു വഴിയാടാ നിന്റെ മുത്തച്ഛൻ ഇവിടെ വന്നത്. മുത്തശ്ശി, രാമസേതു ഒക്കെ അങ്ങ് പുരാണത്തില്, ഇപ്പൊ അതൊന്നും ഇല്ല. രാമൻ ഉണ്ടാക്കിയതൊന്നും അങ്ങനെ കിഴക്കന്തിരിയിൽ ഇളകിയില്ല മോനെ. എന്നാ കേട്ടോ, അതൊക്കെ പണ്ടേക്ക് പണ്ടേ കിഴക്കന്തിരിയിൽ ഇളകി വലിച്ചു പോയി. നിന്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. തീർന്നില്ലേ ഇവിടുത്തെ രാമസേതു പ്രശ്നം? അമ്മ, ഇത് പറഞ്ഞ മനസ്സിലാവണ്ടേ? 19 വയസ്സായി, പറഞ്ഞിട്ടൊന്ന് കാര്യം വിവരം വേണ്ടേ? അമ്മയ്ക്കറിയോ, ഞാൻ പണ്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഈ പൊട്ടക്കഥ പോയി സ്കൂളിൽ പറഞ്ഞിട്ട് +2 കഴിഞ്ഞവരെ പിള്ളേർ എന്നെ ഹനുമാനെ വിളിച്ചോണ്ടിരുന്നത്. ഓ, ഹനുമാൻ, മാരുതി പുത്രൻ, ചിരഞ്ജീവി. ആ സിൽക്കിണ്ടെന്ന് അത്ര വെച്ചാൽ മതി. ഇങ്ങോട്ടാ. എന്തേ ഒളിപ്പിക്കണേ? പിള്ളേരെ കാണട്ടെ ആധ്യാത്മിക ഗുരുവിന്റെ ഗുണം. വെറുതെ അല്ലേ ഈ കൈവറയിൽ വന്നേ, ഇങ്ങനെ കണ്ണു കൂട്ടണ കള്ളം പറഞ്ഞിട്ടാണ്. എന്നാ പിടി. ഇത് ഞാൻ ചെറുപ്പത്തിൽ പൂച്ച കൊന്നേന്റെയാ, അതാ വരക്കണേ. അത് ശരി, അല്ലാതെ വയസ്സായിട്ടല്ല. നീ ഒന്ന് എന്നെ പിടിച്ചേ. തീരെ വയസ്സായിട്ടില്ല. അതെ, നീ ഒന്ന് പോയട ചക്ക. അത് ശരി. കൊച്ചിയിലേക്ക് വന്ന ശേഷം മുത്തശ്ശിയുടെ പുരാണ കഥകൾക്ക് റിപ്പീറ്റേഷൻ അടിച്ചു തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് ഊരാൻ വേണ്ടി ഞാൻ തന്നെയാണ് അടുത്തുള്ള വീക്കിലീസിനെ പിടിച്ച് മുത്തശ്ശിക്ക് സെറ്റ് ചെയ്ത് കൊടുത്തത്. പിന്നീട് അതൊരു വീക്കെൻഡ് പുരാണ കഥ ക്ലാസ്സായി മാറുമെന്നും അതിൽ ഒരു നാണവുമില്ലാതെ എന്റെ ചങ്ക് വെങ്കിടി വന്നിരിക്കുമെന്നും ഞാൻ ഒട്ടും വിചാരിച്ചില്ല. പായസം പെട്ടെന്ന് കർണന്റെ രഥത്തിന്റെ ചക്രം യുദ്ധഭൂമിയിലേക്ക് താന്നുപോയി. പാടം നേരത്തെ യുദ്ധഭൂമി ഉണ്ടാക്കി ഇതുപോലെ ഇരിക്കും. ഒന്നും മിണ്ടാണ്ടിരിക്കും. നീ ആരുടെ വെങ്കിടി കമ്മ്യൂണിസം പറയണേ? കടലകത്ത് റോഡ് പണിത ടീമിനെ സപ്പോർട്ട് ചെയ്യണ ആളാ. അത് ശരി. അപ്പഴാ ഈ വിവരം കിട്ട പിള്ളേര് രാമസേതുവിനെ കുറിച്ച് ഒരക്ഷരം നീ മിണ്ടി പോരുത് ഗൗതമ. രാമസേതു ഇല്ല ഇല്ല ഇല്ല. അതെന്തെങ്കിലും ആവട്ടെ, മുത്തശ്ശി ബാക്കി കഥ പറ. കർണന്റെ വണ്ടിയുടെ ടയർ തന്നിട്ട് ഇന്ന് ഇത്രക്കൊക്കെ മതി. അങ്ങനെ എന്റെ മൂടാകെ കളഞ്ഞു. കുട്ടികൾ പോയിട്ടേ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയി. നിങ്ങളങ്ങോട്ട് എല്ലാരും ചെറിയ പിള്ളേരെ വരെ അവിടെ ഇരിക്കെ, ഒരു സൂത്രമുണ്ട്. പായസല്ലേ? അമ്മയ്ക്കിപ്പോ വേണ്ടല്ലോ. പായസല്ലേ? എനിക്ക് മണം കിട്ടിയായിരുന്നു. എടുത്തോ ഏത് വേണം എടുത്തോ. എന്തായി ഇന്നത്തെ കഥ? കഥ എന്താവാനെ, കർണന്റെ വണ്ടിയുടെ ടയർ തന്നു, ഇനിയിപ്പോ അത് എടുക്കണം. ഇന്നെന്താ പതിവില്ലാതെ പായസമൊക്കെ? ഇന്നേ ഗൗതമിന്റെ 18ാം പിറന്നാളാ. പായസത്തിലെ കശുവണ്ടിയുടെ പൊട്ടലോടെയും അതിലേറെ ഞെട്ടലോടെയും വെങ്കിടിയ സത്യം തിരിച്ചു. നിന്റെ അടുത്ത് ഹാപ്പി ബർത്ത്ഡേ അറിയാൻ എനിക്ക് നാണാവുന്നു. അയ്യോ, പറയാൻ മറന്നോ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി പൊളിക്ക്. താങ്ക് യു. കൈതട. അങ്ങനെ വെങ്കിടി നാണിച്ചു നിന്നപ്പോഴാണ് ഹാപ്പി ബർത്ത്ഡേ അച്ഛൻ എന്നെ വിളിച്ച ആ സാരോപദേശം തന്നത്. ഗൗതമ, എന്താ അച്ഛൻ? പുത്ര, കൊള്ളാല്ലേ? നീ ഇപ്പൊ ഒരു പുരുഷനായിരിക്കുന്നു. ഇനി ഒട്ടും അമാന്തിക്കാതെ നിനക്കൊരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം. കുട്ടിക്കാലം മുതലുള്ള എന്റെ സ്വപ്നത്തിലേക്കുള്ള ആദ്യത്തെ കടമ്പയാണതെന്ന് മനസ്സിലാക്കിയ ഞാൻ ഒരു വലിയ യുദ്ധത്തിന് തയ്യാറെടുത്തു. അങ്ങനെ എന്റെ ലൈഫിലെ ദ്രോണാചാര്യരെ അച്ഛൻ എനിക്ക് സെറ്റ് ചെയ്തു തന്നു. സാക്ഷാൽ ഷിബു ആശാൻ. രാമേട്ടന്റെ മോനാണല്ലേ? അതെ. ഞാനും രാമേട്ടനും തമ്മില് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ആ ബന്ധം കളയരുത്. ഒരിക്കലും ഇല്ല അങ്കിളെ. അങ്കിളും കുങ്കിളൊന്നുമല്ല, ആശാൻ. അത് മതി. ശരി ആശാനെ. അപ്പൊ നാളെ പോലെ ആളെ മോർണിംഗ് 6:30 ഗ്രൗണ്ടിൽ കാണണം. അല്ല വല്ലയിടത്തൊന്ന് കിടക്കരുത്. ശരി ആശാനെ. ഏട്ടാ? ഇല്ല ആശാൻ, എനിക്ക് 2 ദിവസം കൂടെ കഴിച്ചാലേ പ്രായവൃത്തിയാവത്തുള്ളൂ. നീ മൊത്തത്തിൽ ഒന്ന് വൃത്തിയാവാം. ഇതൊരു നടക്കി പോകുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല കേട്ടോ.
So from tomorrow onwards, you are starting with the work of 8. 8 മണി. അന്ന് ആദ്യമായിട്ട് ഞാനൊരു കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. മതിവരുവോളം സ്റ്റിയറിംഗിൽ കൈയോടിച്ചു. ചില പെമ്പിള്ളരെ കൈ തുടങ്ങും പോലെ ചെറിയ കയറി തടവി കളയരുത്. വണ്ടി വല്ലയിടത്തും ചെന്ന് ഇടിക്കും. അല്ല ഞാൻ ഇങ്ങനെ സ്റ്റാർട്ടാക്കാറായിട്ട് ആവുമ്പോ ഞാൻ പറയാം. അല്ല ഇത് ഓടിക്കണ്ടേ? ആ, ഓടിക്കുന്നതിന് മുമ്പ് എനിക്ക് നിന്റെ അടുത്ത് ചില കാര്യങ്ങൾ ചോദിച്ചറിയാണ്ട്. എന്താണ്? വാട്ട് ഈസ് ഡ്രൈവിംഗ്? അറിയില്ല? എന്നാ കേട്ടോ, ഡ്രൈവിംഗ് ഒരു കലയാണ്. മനസ്സും ശരീരവും ബുദ്ധിയും ഒന്നിക്കുന്ന ഒരു കല. അതിനൊരു രീതിയുണ്ട്, ഒരു ഫ്ലോ ഉണ്ട്. അതെ, എല്ലാവർക്കും കിട്ടൂല. അതാണ് നീ ഇന്ന് മുതൽ പഠിക്കാൻ പോണം. ഓക്കെ? ഈ കല പഠിക്കാൻ അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്തൊക്കെയാണെന്ന് അറിയാമോ? ഇല്ല. ഇല്ല, എഴുതിയെടുത്തോ? അല്ല ബുക്കും പെന്നൊന്നുമില്ല. കളഞ്ഞില്ലേ? എടാ, ഇത് പുറത്ത് കിട്ടില്ല. ഞാൻ തന്നെ കണ്ടെത്തിയ സംഗതികളാണ്. അല്ല ശനെ, ഡ്രൈവിംഗ് ക്ലാസ് ആയതുകൊണ്ട്. ശരി, പോട്ട്. മനസ്സ് വെച്ചോണം, കളഞ്ഞില്ലേ? ഡ്രൈവിംഗിൽ നമുക്ക് വേണ്ടത് 1 പേഷ്യൻസ്, 2 കോൺഫിഡൻസ്, 3 കോൺഷ്യസ്നസ്, 4 കോൺസെൻട്രേഷൻ, 5 കോംപ്രമൈസ്. ഈ 5 കാര്യങ്ങളുണ്ടെങ്കിൽ പാണ്ടി ലോറിയുടെ അടിയിക്കറ രക്ഷപ്പെടാം. ഓക്കെ? സംഭവം തന്നെ. ശരി, ഒരുപാടുണ്ട് കുട്ടിയെ. ആണല്ലേ? ശരി, കാറിന്റെ ഈ കാറിന്റെ മോഡൽ മാരുതി സുസുക്കി 800 AC, ഫ്യൂൽ ടൈപ്പ് പെട്രോൾ, എഞ്ചിൻ കപ്പാസിറ്റി 796 cc, മാക്സിമം ടോർക്ക് 69 Nm, മാക്സിമം പവർ 47 bhp, പ്രൊജക്റ്റഡ് മൈലേജ് 22.47 km/h. അതല്ല ABC, ആക്സിലേറ്റർ, ബ്രേക്ക്, പേഷ്യൻസ്, കോൺഫിഡൻസ്, കോൺഷ്യസ്നസ്, പിന്നെ പേര് വരെ പോയാ മതി. പേഷ്യൻസ്, കോൺഫിഡൻസ്, അങ്ങനെ ഒരു കുന്ന് പരീക്ഷണങ്ങൾക്കൊടുവിൽ ആ ദിവസം വന്നെത്തി. അഗ്നി പരീക്ഷ, ഡ്രൈവിംഗ് ടെസ്റ്റ്. മുത്തശ്ശിയുടെ ഭാഷ പറഞ്ഞ ചക്രവ്യൂഹത്തിൽപ്പെട്ട അഭിമന്യുവിനെ പോലെ ഞാൻ ആദ്യം ഒന്ന് പരിങ്ങി. പക്ഷേ ദ്രോണാചാര്യര് സൈഡ് പറഞ്ഞു ഒന്ന് സഹായിച്ച് ജസ്റ്റ് മിസ്സിന് ഞാൻ ടെസ്റ്റ് പാസ്സായി.
ദ്രോണാചാര്യർക്ക് ഏകലവ്യൻ പെരുവിരൽ കൊടുത്ത പോലെ ഷിബു ആശാൻ ഒരു ഫുള്ളും വെച്ചു കൊടുത്ത് ഞാൻ അവിടുന്ന് പടിയിറങ്ങി. ലൈസൻസ് കിട്ടി. എല്ലാം ദൃഷ്ടി ഒഴിഞ്ഞു പോട്ടെ. ഗൗതമ, എന്താ നിന്റെ കാലം കഴിഞ്ഞാ പിന്നെ ഈ കുടുംബം നോക്കേണ്ടത് നീയാ. ഇനി വരാൻ പോണ കാലത്ത് അച്ഛപ്പോലെ ഈ സൈക്കിളിൽ നടന്ന എവിടെ എത്തൂല. അല്ലാണ്ട് ഇപ്പൊ ഏതാണ്ട് എവിടെ എത്തിയ പോലെ. അതല്ല, ഈ കലിയുഗത്തിൽ ഒരു കാറില്ലാതെ ജീവിക്കാൻ കഴിയില്ല. എന്ത്? അതുകൊണ്ട് ഇനി നമുക്കൊരു കാർ എടുക്കാം. അങ്ങനെ ആവേശത്തിന്റെ മറ്റൊരു ആഗ്നേയാസ്ത്രം കൂടി അച്ഛൻ എനിക്ക് നേരെ തൊടുത്തു വിട്ടു. നീ ഓടിക്കേണ്ട കാറല്ലേ, നീ തന്നെ സെലക്ട് ചെയ്തോളൂ. ചങ്കിന് കാറുണ്ടായാൽ ട്രിപ്പിനെന്തിന് ടാക്സി എന്ന ചൊല്ലിൽ വിശ്വസിച്ച് കാർ ഉറപ്പിക്കൽ ചടങ്ങിലേക്ക് ഞങ്ങളുടെ കൂടെ കിച്ചു മാൽബിയും കൂടെ ചേർന്നു. മോളിൽ ഒട്ടയുള്ള ഒരു കാറാണ്, ഇങ്ങനെ പറന്നു പോകാൻ പറ്റില്ല. ഒരു 12 കേസ് ബിയറെങ്കിലും വെക്കാൻ പറ്റുന്ന ഒരു ഡിക്കി വേണം. സ്വന്തം കാർ ഓടിക്കാൻ തരണില്ല, നിന്റെങ്കിലും ഒന്ന് ഓടിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ഹോണ്ട സിറ്റി ഇതന്നെ എന്റെ വീട്ടിലെ വണ്ടി, നീ ഇതെടുക്ക, അങ്ങനെയെങ്കിലും എനിക്കൊന്ന് ഓടിക്കാൻ കിട്ടൂല. നമ്മുടെ അന്തസ്സിന് കയറുന്ന വണ്ടിയാ. ഇത് മതി, ഇത് മതി, ഇതെടുക്കടാ, ഇതെടുക്കടാ, ഇത് മതി, സൂപ്പർ വണ്ടിയല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ എന്നാ പിന്നെ ഇത് തന്നെ പറഞ്ഞു. അത് മതി. നല്ല തറവാടി വണ്ടി. നമ്മുടെ ഉമ്മർത്ത് കിടന്ന ഒരു ആഠ്യത്തൊക്കെ ഉണ്ടാവും അല്ലേ ശ്രീലു? ശരിയാ. അച്ഛാ, നമ്മുടെ ആൽബിയുടെ വണ്ടി ഇത് തന്നെയാ. സൂപ്പർ വണ്ടിയാണ് നിങ്ങളെ. പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, പവർ ബാഗ്, ABS എല്ലാം ഉണ്ട്. വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ബലൂണൊക്കെ പൊങ്ങി വരും. അതുകൊണ്ട് ഇവരെ ഏൽപ്പിക്കാറില്ല. ബലൂണൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതങ്ങ് ഉറപ്പിക്കാല്ലേ? ഉറപ്പിക്കാം. അച്ഛാ, പിന്നെ നമ്മുടെ ആൽബിയുടെ വീട്ടില് ബേസ് മോഡലും ഉണ്ട്, നമുക്ക് അതിന്റെ മേലെ ഫുൾ ഓപ്ഷൻ മതി. ഫുൾ പോർഷൻ മതി. അതാണ് അതിന്റെ അന്തസ്. മേടിക്കുമ്പോ ഫുള്ള് തന്നെ മേടിക്കാം. അല്ല, ആദ്യം എന്ത് കൊടുക്കേണ്ടി വരും? ബേസ് മോഡല് 8 പറയണേ. ഇപ്പൊ ഫുൾ ഓപ്ഷൻ ഒരു 10 രൂപയ്ക്കൊക്കെ കിട്ടും. 10 രൂപ കിട്ടും. ലാഭമാണ്. ഞാൻ വിചാരിച്ചു 14 ആവുന്ന പറഞ്ഞു. പുത്തൻ കാറിന്റെ വില കേട്ട് ഞെട്ടിയപ്പോഴാണ് അച്ഛ ആ നാടകം അനൗൺസ് ചെയ്യുന്നത്. ഫ്രഷ് ദുഃഖമാണ് സെക്കൻഡ്സിൽ സുഖപ്പെടുന്നത്. അച്ഛൻ എന്താ പറയണം? സെക്കൻഡ്സ് ഒന്നും ശരിയാവൂല. അച്ഛനില്ലായിരുന്നൊക്കെ വലിയ കാശൊന്നുമില്ല കുട്ടിയെ. 8-10 ലക്ഷേ നമുക്കൊന്നാന്തരം ഒരു സെക്കൻഡ് ഹാൻഡ്. സെക്കൻഡ്സ് ഒക്കെ വളിപ്പാണ്, പിന്നീട് പണിയാവും. സെക്കൻഡ്സ് ഭയങ്കര, അത് സർവീസ് പാർട്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോയിക്കൊണ്ടിരിക്കും. പുതിയതാകുമ്പോ ആ പേടിയൊന്നും വേണ്ട. നിങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ഉത്സാഹിച്ചാൽ എല്ലാം ഒത്ത ഒരു വണ്ടി ഈ ഉമ്മർത്ത് വന്ന് എല്ലാം കൂടെ ഒത്തുവരാതെ എന്താ വെച്ചാൽ കല്യാണാലോചന. അതേലോ, വീട്ടിലേക്ക് ഒരു വാഹനം വരികന്നൊക്കെ പറഞ്ഞ പുതിയൊരാള് കയറി വരുന്നതിന് തുല്യ. അത് പിന്നെ വീട്ടുകാരുടെ മുഴുവൻ അടയാളാവും. അപ്പൊ സമയവും കാലും ലക്ഷണവും ഒക്കെ നോക്കി വാങ്ങുക. കേട്ടല്ലോ, തീരുമാനായി. അച്ഛാ, നമുക്ക് സെക്കൻഡ് ഹാൻഡ് വേണ്ട, പുതിയ ഒന്നുകൂടെ ആലോചിച്ചു. പരമേശം എടുക്കണോ ശ്രീലു? എന്താ കഴിക്കാൻ? കഞ്ഞി. ശരി, വാ. പക്ഷേ സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും അടിപൊളി കാർ ഒപ്പിക്കുമെന്ന വെങ്കിടിയുടെ ദൃഢനിശ്ചയം ഞങ്ങളെ ഇവിടെ എത്തിച്ചു. പൊളി വണ്ടിയല്ലേ? മുന്നിൽ നിന്ന് മാറി നിൽക്കാൻ ഗൗതമ, ഒന്ന് ഒരാഠ്യത്തൊക്കെ ഉണ്ട്. ആദ്യത്തിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, വില കേട്ടിട്ട് ആട്ടായിരുന്നാ മതി. അത് ശരിയാ. 2,50,000 രൂപയാണ് വില. എടുത്തുതരാൻ പറ്റുമോ ഉച്ചക്ക്? അങ്ങനെയാണെങ്കിൽ ടോക്കൺ അഡ്വാൻസ് ഇന്ന് തന്നെ കൊടുക്കണായിരുന്നു. ശ്രീലു, ഒരു നല്ല ദിവസം കുറിച്ച് വണ്ടി വീട്ടിൽ കയറ്റണമെന്ന മുത്തശ്ശിയുടെ ആജ്ഞ ശിരസാ വഹിച്ചുകൊണ്ട് അഡ്വാൻസ് ആയ 1,501 ഉറുപ്യ ഞാനും വെങ്കിടിയും കൂടി ഡീലർക്ക് കൈമാറി. ഇനി കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണ്.
രാശി തേടി കാത്തിരിപ്പൂ ഓർത്തിരിപ്പൂ നോക്കി നിൽപ്പൂ എന്റെ മോന്റെ അവനും കൂട്ടുകാരനും കൂടി അവനെ കൊണ്ടുവരാൻ പോയിരിക്കുക. നമ്മുടെ കുടുംബത്തിന്റെ അടയാളാവാൻ പുതിയൊരാള് കൂടി വരിക. ഗണപതിക്ക് മൂഷിക വാഹനം എന്ന് പറഞ്ഞ മാതിരി, അയ്യപ്പന്റെ പുലിവാഹനം എന്ന് പറഞ്ഞ മാതിരി എന്റെ ഗൗതമന്റെ ജീവിതം ഒരു സംഭവമാക്കാൻ ഗൗതമന്റെ രഥം. അങ്ങനെ ഞങ്ങളുടെ അടുക്കളയിൽ ഒരു മഹാഭാരത യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഗൗതമ അച്ഛ പറഞ്ഞൊന്ന് മനസ്സിലാക്ക. അച്ഛൻ പറയണ്ട, ഞാൻ പറയാം. നോക്കിയ മുത്തശ്ശി അച്ഛമ്മ എല്ലാവരും കൂടെ പറഞ്ഞല്ലേ ഞാൻ പുതിയ വണ്ടിക്കുള്ള അഡ്വാൻസ് കൊടുത്ത്. എന്തോരം ആശിച്ചെന്നറിയോ? എന്നിട്ട് ഇപ്പൊ ഒരു മൂട്ടക്കാരെടുത്തോണ്ട് വന്നേക്കാണ്. മുത്തശ്ശിക്ക് എന്തെങ്കിലും പറയാൻ തോന്നല്ലേ? മൂട്ടക്കാരല്ല എന്റെ ഉണ്ണി, നല്ല ഓമനത്തുള്ള വണ്ടിയല്ലേ നമ്മുടെ കുഞ്ഞുട്ടൻ. അച്ഛന് കേക്കണ്ട. ആ മോനെ, നീ പറഞ്ഞതൊക്കെ ശരിയാ. ആ കാർ നമുക്കൊക്കെ ഇഷ്ടായതുവാ. പക്ഷെ വലിയൊരു ആപത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അച്ഛക്ക് പിന്നെ മനസ്സിലായി. ആപത്തോ? എന്താപത്ത്? സാമ്പത്തിക ആപത്ത്. ലാൻസർ നാനോ ആക്കിയ ചെപ്പടി വിദ്യ അപ്പോഴാണ് അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നത്. ഷിബുവേ, രാമേന്ദ്രനാണോ? എന്താ 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 രാമാട്ട വിശേഷിച്ച്? അല്ല, ഞാനേ ഒരു വണ്ടി എടുക്കാൻ തീരുമാനിച്ചു. വിളിച്ചല്ല. എന്താ വണ്ടി? ഏതാ വണ്ടി? മിത്സുബിഷി ലാൻസർ. എന്താ രാമേട്ട, ഉള്ള കാശ് വെള്ളത്തിലാക്കാൻ നിങ്ങൾക്ക് വട്ടണ്ട. എന്താ ഷിബു, പ്രശ്നമാണോ? രാമേട്ട, ഈ ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടി ഓട്ടിക്കുമ്പോഴല്ല സ്വന്തം വണ്ടി ഓട്ടിക്കണം. നമ്മളെ വീട്ടിലെ വണ്ടിയൊക്കെ ഓട്ടിക്കുമ്പോ നന്നായി കൈ കളിക്കണം. അതായത് വണ്ടിയായിട്ട് ഒരു ആത്മബന്ധം വേണം. ലഡാക്കിലെ നൂലോലത്തെ വഴി കൂടെ എന്നെ വണ്ടി ഓട്ടിക്കാൻ സഹായിച്ച ആരാ? ഈ ആത്മബന്ധം. കാര്യം ഗൗതമന്റെ ശിഷ്യനാണ്, അവൻ എന്റെ ഗുരുത്വം. പക്ഷേ സ്വന്തം വണ്ടി ഓട്ടിക്കാൻ മാത്രം കൈ കളിച്ചിട്ടില്ല, ഇനി ഒരുപാട് കൈ തെളിയണം. കൈ തെളിയാൻ ബെസ്റ്റ് ചെറിയ വണ്ടിയാണ്. ഇപ്പൊ രാമേട്ട എടുക്കാൻ പോണ വണ്ടി അണ്ടകടാകം പോലത്തെ വലിയ ബാറ്റണ്ടാങ്കാണ്. ചേട്ടൻ എടുത്തോണ്ട് ചെറുക്കെ എന്തായാലും എടുത്തോണ്ട് എവിടെയും കൊണ്ട് തട്ടമുണ്ടാക്കി ചെയ്യും. അവസാനം പാർട്സിന് വേണ്ടി ചെല്ലുമ്പോ അപ്പോഴാണ് സംഗതി അറിയണം. ഈ വണ്ടിക്ക് സ്പെയർ പാർട്സ് കിട്ടാനില്ല.
ഞാൻ കൊടുത്ത ഫുള്ളും വാങ്ങി കുടിച്ച് എന്റെ കഴുത്തിന് തന്നെ വാള് വെച്ച ഷിബുഹാശാൻ, ഗുരുവേ നമഃ. എന്നിട്ട് അച്ഛൻ എന്താണ് എന്റെ അടുത്ത് നേരത്തെ പറയായിരുന്നു? പിന്നെ ഷിബുഹാശാൻ പറഞ്ഞു നിനക്ക് ഇതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന്. ഇതാണ് അച്ഛൻ സർപ്രൈസ്? നിന്റെ അമ്മയോട് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സർപ്രൈസ് ആയില്ലേ? പിന്നെ സർപ്രൈസ് ആയി. മോനെ, അച്ഛ പറയുന്നത് കേക്ക്. ഷിബുഹാശാൻ പറയുന്ന പോലെ മോന്റെ കൈ എപ്പ തെളിയുന്നുവോ അപ്പൊ നമ്മൾ പുതിയൊരു കാർ. അത്രയാണ്. കൈ തെളിഞ്ഞ അടുത്ത വണ്ടി. നീ ഒന്നും പേടിക്കണ്ട. ഞാൻ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ കയറിയാണ്. എന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിനക്കുണ്ടോ? ആശാനെ, ഓ നാനോക്കാരടിച്ചാൽ ഒരാൾ ചാവല്ലോ അല്ലേ? ഞാനേ പോയിട്ട് അത്യാവശ്യം ഒരു ശ്രമം പണം ചോദിച്ചേട്ടെ. വലിയൊരു കാര്യാട്ടോ ഷിബു ചെയ്ത്. പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ട് എന്റെ വീട്ടുമുറ്റത്തേക്ക് 4 കാലിൽ കയറി വന്ന ഈ ശകടാസുരൻ എന്റെ സ്ഥാനം കൈയടക്കുന്നത് കണ്ട നാളുകളായിരുന്നു പിന്നീട് അങ്ങോട്ട്. അച്ഛയ്ക്ക് അവൻ എല്ലാ ദിവസവും അച്ഛ കുളിപ്പിക്കണ ബാലഗോപാലനായിരുന്നു. ഞാൻ പോണു, നമ്മളെ കുളിപ്പിക്കാനായിരുന്നു. അമ്മ ഷാമ്പു എവിടെ അമ്മ? പക്ഷേ അമ്മ ഇട്ട പേരാണ് പിന്നീട് അങ്ങോട്ട് ആസ്ഥാന വിളിപ്പേരായി മാറിയത്. ഷാമ്പു കുളിപ്പിക്കാനാ ഷിബു പറഞ്ഞ നാണപ്പൻ. ഒറ്റ ദിവസം കൊണ്ട് മറുകണ്ഠം ചാടിയ മുത്തശ്ശിക്ക് കുഞ്ഞൂട്ടാ അവൻ കുഞ്ഞൂട്ടനായി. കുളിയൊക്കെ കഴിഞ്ഞ ഇനി അമ്പലത്തിലേക്കും കൂടി പോയാ മിടുക്കനായി. മുത്തശ്ശി ഒരു സമ്മാനം തരുന്നുണ്ട് കേട്ടാ. മോനെടാ ഒന്ന് നിന്നേ. ഇതാ ഇനി മുതൽ ഈ പത്രം ഇങ്ങനെ എറിയണ്ട. ഇതാ ഇങ്ങനെ മടക്കി ഇങ്ങനെ. കാറ് വാങ്ങിയപ്പോ ഇങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ സാറേ. സ്വന്തമായിട്ടൊരു കാറിങ്ങനെ ചെലവുണ്ടാ. അല്ല, നീ വരാൻ നോക്കിയിരിക്കായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാരും. നമ്മുടെ കുഞ്ഞുട്ടന് ഗുരുവായൂർ കൊണ്ടേ ചോറ് കൊടുക്കണം എന്നാ എന്റെ മോഹം. ചോറോ? അല്ലടാ, കുഞ്ഞുട്ടന്റെ താക്കോൽ അവിടെ വെച്ച് പൂജിക്കണം. പെട്ടെന്ന് അങ്ങോട്ട് പോണൊന്നുമില്ലല്ലോ. പോണല്ലോ, വിശേഷമുണ്ടല്ലോ. എടാ, ഗുരുവായൂർ തറവാട്ടിൽ വെച്ചിട്ട് നാളെ രാജീവന്റെ മോളുടെ കാതുകുത്തണേ. നിനക്ക് ഓർമ്മയില്ലേ രാജീവ മാമേ? അതിനിപ്പെന്താ? അല്ല, അതിനിപ്പോ നാളെ നമ്മളെല്ലാരും കൂടെ നാണപ്പനായിട്ട് ഗുരുവായൂർ പോന്നു. ആ കൂട്ടത്തില് നാണപ്പന്റെ ചാവി അവിടെ വെച്ച് പൂജിക്കുന്നു. ഗുരുവായൂരപ്പന്റെ മുന്നില് പൂജിക്കാന്ന് വെച്ചാ ഞാൻ എന്താ പറയാ? കുഞ്ഞുട്ടന്റെ ഭാഗ്യ. ഗുരുവായൂരപ്പ അല്ല, നാളെ പറ്റില്ല. നാളെ എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. എന്താ ഗൗതമ ഇത്? ആദ്യമായിട്ടൊരു കാറ് വാങ്ങിയിട്ട് എല്ലാരും കൂടെ അമ്പലത്തിൽ പോവാന്ന് വെച്ചപ്പോ വേറെ കാര്യങ്ങളാ നിനക്ക് വലുത്? എന്തൊക്കെയാണെങ്കിലും മാറ്റി വെച്ചേ പറ്റൂ. അതല്ല അമ്മ, കാര്യമായിട്ട് കുറച്ച് നീ അല്ലേ അച്ഛയും അമ്മയും മുത്തശ്ശിനെയൊക്കെ നോക്കാനുള്ളൂ. ഞങ്ങളെ പിന്നെ വേറെ ആരോടാ പറയാ? അല്ല മോന് അത്രയും ദൂരം കാർ ഓടിക്കാലോ അല്ലേ? ഒടുക്കം ആ കാര്യത്തിലൊരു തീരുമാനമായി. നാണപ്പന്റെ സാരഥി സ്ഥാനം എന്റെ തലയിൽ തന്നെ. പോവാ. ബെൽറ്റ് അപ്പൊ നിക്ക് പോവല്ലേ ഗൗതമ. ഇന്ന് നമ്മുടെ കുഞ്ഞുട്ടന്റെ ചോറൂണല്ലേ? മുത്തശ്ശിയുടെ വക ഒരു സമ്മാനം ഇരിക്കട്ടെ. മാരുതി പുത്രൻ ആഞ്ജനേയ സ്വാമി. എന്റെ ഗൗതമനെ ഏതാപത്തിൽ നിന്നും രക്ഷിക്കാൻ കുഞ്ഞുട്ടനെ സഹായിക്കും. ഇനി പോവാം. ശശീന്ദ്രോ, ഞാൻ പുതിയ കാറ് വാങ്ങിട്ടോ. എടാ ഗൗതമ, എന്ത് പരിപാടിയാണ് രാമേട്ടൻ കാട്ടി? ഈ 1,25,000 വേണമെങ്കിൽ ഇതിനെക്കാട്ടെ എത്ര നല്ല വണ്ടി വാങ്ങണം. നിന്റെ അച്ഛനെ വട്ടാണ്. നേരിട്ട് പോയി പറയാൻ പാടില്ലേ?
Sigari sani sani sa 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 sigari sani sani pa 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 mani ma ma sa ma mani sani pa ma mani ma ni sa sani sagari sigari sani sani sa 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 pa mani pa ma pa pa mani ma ni sa sani sagari ma ni sa 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 ni sa Sigari sani sani sa 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 ni sani sani pa 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 mani ma pa sa ma ni ma pa പ്രകാശോ ഇറങ്ങായിട്ടോ. എങ്ങനെ വേണം ട്രെയിനിന്? പറയാൻ വിട്ടുപോയി, ഞാൻ പുതിയ കാർ വാങ്ങി. നന്നായി, ഈവനോടിക്കുന്നൊക്കെ ധാരാളാ. മോനെ ഗൗതമ, പറപ്പിക്കടാ, അടിപൊളി വണ്ടി. എടാ ഗൗതമ, നീ എല്ലാ പേപ്പറും പാസ്സായ കോളേജില്? പാസ്സായി. ശരിക്കും എല്ലാം പാസ്സായടാ. എന്താണ് നിന്റെ അച്ഛൻ 4 വീലുള്ള ഓട്ടോറിക്ഷ മേടിച്ചെന്ന് പറയുന്ന കേട്ടു. വേണ്ടട്ടാ. എന്ത് വേണ്ടാന്നാ? നീ അല്ലടാ കോളേജിൽ എന്നെ കാണാണ്ട് മുങ്ങി നടന്നത്. മര്യാദയ്ക്ക് ആൻസർ മേടിക്കേണ്ട നമ്മളാണ്. അപ്പോഴാണ് അവന്റെ അച്ഛന്റെ ഉണക്കം 4 വീലുള്ള ഒരു ഓട്ടോറിക്ഷ. അങ്ങനെയൊന്നും പറയണ്ട, എന്തൊക്കെ പറയാനും കാറ് കാറന്നെ. അതെ, കാർന്ന് പറഞ്ഞ ഞങ്ങൾക്ക് 2 തരണ്ട്. ഒന്ന് കാറ്, പിന്നെ ദിപ്പം വാങ്ങിയ മരത്തെ എന്തൊരു സാധനം. നീ മിണ്ടാട്ടാ. സ്വന്തം വീട്ടിൽ കാറിനായിട്ട് തൊടാൻ പറ്റാത്തൊന്നും മിണ്ടണ്ട. പക്ഷെ ഞാൻ മിണ്ടും. എന്തൊക്കെയായിരുന്നു നീ വാങ്ങിച്ചില്ലേ? ഞാൻ കുറെ സ്വപ്നം കണ്ടതാ. 3 ട്രിപ്പ്, ഡിക്കിയില് ഫുള്ള് ബിയർ, സൺ റൂഫ് എല്ലാം കളിച്ചില്ലേ? എടാ, 3 ട്രിപ്പ് നമുക്ക് ഇനിയും പോവാം. ടാക്സി എടുത്തിട്ട് പോലോ വേണമെങ്കിൽ. നീ ടാക്സി വിളിച്ച് 3 വാങ്ങിച്ചിട്ടല്ലേ? മാറി നീ നിന്റെ ഓട്ടോറിക്ഷ പോയി മാറും. എനിക്ക് റേഷൻ കട പോകാനുള്ള പോ. എടാ, അതിന് വണ്ടി മേടിച്ച് ഞാനല്ലോ, അച്ഛല്ലേ. നിന്റെ അച്ഛയുടെ കാര്യം ഒന്നും പറയണ്ട. ഇപ്പോഴും സെന്റർ സ്റ്റാൻഡിൽ ഇട്ട് സൈക്കിൾ ചവിട്ടുന്ന ടീമല്ലേ നിന്റെ അച്ഛ. ഗൗതമേട്ട, എന്താടി? ഒരു സൺറൂഫ് എങ്കിലും വെക്കാൻ പറ്റുമോ? എടിക്കിച്ചു, ആകെ കൂടെ കിട്ടിയത് 3 സെന്റ് സ്ഥലം. ഇതിനകത്ത് 2 സെന്റ് കുളം കൂടെ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താടി ചെയ്യാ? എന്താണ് ഒരു ശോകമുഖത? ഒന്നുമില്ല. പിണക്കാണോ? എന്ത്? എനിക്ക് ഞാൻ പിണക്കാം. എന്തിനാ? നീ എന്താ കാറ് വാങ്ങിയ കാര്യം എന്നോട് പറയാഞ്ഞേ? കാറിന്റെ കാര്യം ആരാ പറഞ്ഞേ? വെങ്കിടി. എന്റെ അമ്മ സാറേ, നമുക്ക് ഈ മലയാളം പദ്യം വെങ്കിടിയാ പറഞ്ഞത്. നീ എന്താ കാറ് വാങ്ങിയ കാര്യം എന്നോട് പറയാഞ്ഞേ? അല്ല, അത് പിന്നെ നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. സത്യം? ഇനിയിപ്പോ സർപ്രൈസ് അല്ലേ? ഇനിയിപ്പോ സർപ്രൈസ് ചീറ്റിപ്പോയ സ്ഥിതിക്ക് ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്തു തരുമോ? പിന്നെന്താ? എന്താണ് നിമ്മിക്കുട്ടിക്ക് വേണ്ടത്? പറയൂ. നാളെ കോളേജ് ഡേ അല്ലേ? അതെല്ലോ. എങ്കിൽ ആ കാറ് കൊണ്ടുവരുമോ? കാറോ? എന്തേ, ബുദ്ധിമുട്ടാവോ? നാളെ വെള്ളിയാഴ്ച. അയ്യോ, നാളെ പറ്റില്ല. നാളെ വണ്ടി രജിസ്റ്റർ ചെയ്യുന്ന ദിവസം. നാളെ വ്യാഴാഴ്ച RT രജിസ്ട്രേഷൻ നടത്തൂല. അപ്പൊ കുഴപ്പമില്ലല്ലോ. നാളെ വ്യാഴാഴ്ച അല്ലേ? അതെ. അപ്പൊ വണ്ടി കൊണ്ടുവരാല്ലേ? വണ്ടി കൊണ്ടുവരാം. പറ്റൂലേ? കൊണ്ടുവരാം. അപ്പൊ ശരി, ബൈ. നാളെ കാണാവേ. എന്താടാ അത്? ഷഡ്ഡിക്കും കോണാന ചത്തു കിടന്നാലും ചമഞ്ഞെടുക്കണമെന്നല്ലേ? തോറ്റ് തരലടാ തെണ്ടി. അവിടെ മുമ്പിൽ അങ്ങനെ നാണം കിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നാലും നീ ഇതുകൊണ്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. വന്നാ കുഴപ്പം? എന്തായാലും അവളെന്റെ ജീവിതത്തിൽ പങ്കാളി കൊണ്ടുള്ളതാണല്ലോ. അപ്പൊ എന്റെ ഇല്ലായ്മകളൊക്കെ അവൾ അറിയട്ടെ. വല്ലായ്മ ഇത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയം. എടാ വെങ്കിടി തെണ്ടി, നിനക്കറിയാത്തൊരു കാര്യം, പെൺപിള്ളേർക്ക് സിംപ്ലിസിറ്റിയാണ് ഇഷ്ടം. ഞാൻ ഇന്ന് ആ കാറിൽ അവളുടെ കൂടെ കിടക്കുന്നത്. ബ്ലഡി ഫൂൾ. കാർ കൊണ്ടുവന്നോ? പിന്നെ അതെ, അച്ഛൻ ഹോണ്ട സിറ്റി എടുത്ത് പോയതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് ഈ കാർ എടുത്തിട്ട് വന്നു. ഞാൻ അച്ഛനെ വിളിച്ചു ഹോണ്ട സിറ്റി കൊണ്ടുവരാൻ പറയാം. വരാട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ആ ഒന്നിന്റെ സൈക്കിളിന് എപ്പോഴാണ് സിറ്റി എന്ന് പേരിട്ടത്? എടാ ഊളെ, നിനക്ക് തരാത്തൊരു സാധനം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്.
അറിയാം, അല്പത്തരം. അല്ല, ഇന്റലിജൻസ്. അതെ, ഇതൊക്കെ എവിടെ വെക്കാം? വണ്ടിയുടെ ഡിക്കിൽ വെക്കാലോ. ആ സീറ്റ് കമഴ്ത്തി വെച്ചിട്ടുള്ള സാധനമാണോടാ അതിന്റെ ഡിക്കി? മിണ്ടാതെ സാധനം ചുമന്ന് വണ്ടി കയറ്റടാ. ഒരു ഉപകാരത്തിനും കൊള്ളില്ല, ഉപദ്രവിക്കാനാണെങ്കിൽ 100 നോക്കാം. ഇതിൽ ഇങ്ങനെ ഒരു സൗകര്യമുള്ളത് എത്ര നന്നായി അല്ലേ നിമ്മി? ഇത് ഡിക്കിയിൽ വെക്കണ്ട കേട്ടോ, ബാക്ക് സീറ്റിൽ വെച്ചാ മതി. അല്ല, ബാക്ക് ഡിക്കൊക്കെ ഒന്ന് തന്നെ. മധുരല്ലേ? ഓ, ചെണ്ട. എടാ മണ്ട, നിനക്ക് കാര്യം പിടിയിട്ടില്ലല്ലേ? എടാ, ബാക്ക് സീറ്റിൽ വേറെ ആരും ഇരിക്കാതിരിക്കാനും ഫ്രണ്ടിൽ അവൾക്ക് എന്റെ കൂടെ ഇരിക്കാനുള്ള ടാക്ടിക്കൽ ഉണ്ട്. അപ്പൊ ഫ്രണ്ടിൽ ഞാനല്ലേ? അല്ല, നിന്റെ അച്ഛൻ. എന്തൊരു പുച്ഛായിരുന്നു. 4 പേരിൽ ഓട്ടോറിക്ഷ അല്ലേ? എന്റെ ഓട്ടോറിക്ഷ ഇറങ്ങിപ്പോടാ. പോടാ തെണ്ടി. ഇതൊക്കെ ഒന്ന് ഫെസ്റ്റിവൽ കളക്ഷനിൽ ഏൽപ്പിച്ചേക്കട്ടോ. ശരി, നമുക്ക് പോവാം. അല്ല, ഗോതമ്പ് വിട്ടോ, ഞാൻ പിറകെ വന്നോളാം. അല്ല, എന്റെ ഫ്രണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതാ, ബൈ. ഇനി പറ, എന്റെ കൈ തെളിഞ്ഞില്ലേ? വെള്ളം എനിക്കിനി വണ്ടി കൊണ്ട് നടക്കാൻ പറ്റില്ല. എന്റെ കൈ തെളിഞ്ഞ്. അച്ഛ പറയുന്ന കേക്ക്, നമ്മൾ 1,25,000 രൂപ കൊടുത്ത് വാങ്ങിയ വണ്ടിയല്ലേ? അപ്പൊ അത്രയും വില കൊടുത്ത് വാങ്ങിയിട്ട് നമ്മളത് മാക്സിമം ഉപയോഗിക്കാതെ കളയാൻ പറ്റുമോ? അതിനത് കളയല്ലോ, വിക്കല്ലേ? എന്നാലും 1,25,000 കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാശാണോ? 1,25,000 എത്ര പൂജ്യം ഉണ്ടെന്നറിയാം. അച്ഛല്ലേ എനിക്ക് വാക്കുണ്ട്, കൈ തെളിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി മാറ്റാന്ന്. എന്നിട്ട് ഇപ്പം മാറ്റി പറയണേ? അച്ഛ വാക്കല്ലല്ലോ, കാര്യം പറഞ്ഞതല്ലേ. അച്ഛ ഇനി പറയാൻ പോണതാണ് വാക്ക്. ഇവനെ മാക്സിമം ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഒരു കേടുപാട് പറ്റിയ കൊടുത്തിട്ട് വേറെ വണ്ടി വാങ്ങാം. അച്ഛനെ വെറുതെ എന്നിങ്ങനെ കളിപ്പിക്കല് ശരിയാവില്ല. അയ്യോ, സംസാരിക്കാൻ പറ്റുന്നില്ല, നാവ് കൊഴിയണു, ഉപ്പ് താണു തോന്നണു. ഔ, വയ്യാണ്ടായില്ലോ. വെള്ളം വെള്ളം. ഔ, മധുര കുടിക്ക. എല്ലായിടത്തും നാണം കെട്ട്. നാട്ടുകാരുടെ മുന്നിലും വീട്ടുകാരുടെ മുന്നിലും പ്രേമിച്ച പെണ്ണിന്റെ മുന്നിലും. എങ്ങോട്ടെങ്കിലും നാട് വിട്ടാലോ എന്ന് ആലോചിക്ക. ഈ കോള് കുടിച്ചാ കിക്കാവൂ? വിഷമുണ്ടെങ്കിൽ കിക്കാവും. ആണല്ലേ? വീട്ടിലൊക്കെ ഇപ്പൊ എല്ലാവർക്കും എന്നെക്കാളും കാര്യം അവനാ. അവനാ? ഏതവൻ? ആ, ഞാനോനെ നാണപ്പെണ്ണ എല്ലാരും വീട്ടിൽ വിളിക്കുന്നത്. ഞാൻ വെറും ഓട്ടക്കാരൻ, ഡ്രൈവർ. എനിക്ക് മതിയായി. എടാ, നിനക്കെന്നാ വീട്ടിൽ പറഞ്ഞൂടെ, വിറ്റൂടെ? എന്ത് പറയാനാ, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. എന്റെ അച്ഛക്ക് ഞാൻ നല്ലൊരു രാഷ്ട്രീയ ഭാവി കാണുന്നുണ്ട്. വാക്കുമാറ്റം, പതപ്പിക്കല്, ഡിപ്ലോമസി. അപ്പൊ അങ്കിൾ എന്താ പറഞ്ഞേ? ഓടി തേഞ്ഞിട്ട് വെക്കാന്ന്. അപ്പോഴേക്കും നിന്റെ ജീവിതം തേയില്ലേ ഗൗതമ? തീർന്നടാ, തീർന്ന്. എന്റെ ജീവിതം ഞാനോ നോക്കി. നീ ഇങ്ങനെ സെന്റി ആവല്ലേ ഗൗതമ? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാടാ? ഞാൻ എങ്ങോട്ടെങ്കിലും പോവും, എനിക്ക് മതിയായി. അങ്ങനെ പറയല്ലേ. ഞാൻ ഒരു ഐഡിയ പറയാം. എന്താ? നീ എങ്ങോട്ടെങ്കിലും പോ. വെറുതെ വേണ്ടട്ടോ. നീ മൂന്നാർക്ക് പോകുന്നു, നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം നിന്റെ കൂടെ വരുന്നു. അല്ല, പക്ഷെ നമ്മൾ എങ്ങനെ പോകും? എടാ, നമ്മൾ നാണപ്പനെ കൊണ്ട് മൂന്നാറ് പോകുന്നു, ബ്ലാസ്റ്റ് ചെയ്യുന്നു. നാണപ്പനെ ഒഴിവാക്കാനുള്ള ബുദ്ധിപരമായ ഒരു ഐഡിയയുമായി നമ്മൾ തിരിച്ചു വരുന്നു. അടിപൊളി. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ജാക്കറ്റ് തരണേ. എന്റെ ജാക്കറ്റ് ഇല്ല. ജാക്കറ്റാ? എന്തിന്? അല്ല, മൂന്നാർ നല്ല തണവല്ലേ? മൂന്നാറ് വരുന്നു. ആര് വരുന്നു? നിന്നെ ആര് കൊണ്ടുവരുന്നു? നിനക്ക് അതിനുള്ള പ്രായത്തൊന്നും ആയിട്ടില്ല. നമ്മൾ വേണമെങ്കിൽ പോകുന്ന വഴിക്കല്ല മറൈൻ ഡ്രൈവ് ഇറക്കി വിടാം. പക്ഷെ എനിക്ക് നല്ല ചെലവ് വരില്ലേ? പിന്നെ പെട്രോൾ അടി, ഫുഡ് കട്ടേണ്ടി വരും. നമ്മൾ 3 കൊണ്ട് കൂട്ടിയ കൂടുതലെങ്കിൽ അതിന് പറ്റിയ ഒരാളുണ്ട്. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ പുള്ളി ഫുൾ ചാടി വീഴും. പിന്നെ ബാക്കി ചെലവെല്ലാം പുള്ളി നോക്കിക്കോളും. അതാരാ? എന്റെ അമ്മാവന്റെ മോനാണ്. പേര് സമ്പത്ത്. സമ്പത്താ?
നിന്നെ തന്നെ സഹിക്കാൻ പറ്റില്ല. അപ്പോഴാണ് നിന്റെ അമ്മാവന്റെ മോൻ. നിനക്ക് മൂന്നാറ് പോവാ, നിന്റെ പ്രശ്നങ്ങളൊക്കെ തീരും. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ്. തിരിച്ചു വരുമ്പോ ഐഡിയ ആയിട്ട് വരുള്ളേ. ഉറപ്പല്ലേ? അങ്ങനെ വെങ്കിടിയുടെ ഐഡിയ ഡിങ്കി ഡിങ്കി എന്നും പറഞ്ഞ് മാറ്റിവെച്ച മൂന്നാർ ട്രിപ്പിലേക്ക് ഞങ്ങൾ ഫസ്റ്റ് ഇയർ. അതുകൊണ്ട് ഞാൻ സമ്പത്തണ്ണനെ തന്നെ വിളിച്ചത്. ഈ ട്രിപ്പ് പോയാൽ നിങ്ങളെ പോലുള്ള ഐറ്റം ഈ ലോകത്ത് വേറെ ഇല്ലാതെ എനിക്ക് ഉറപ്പാ. എടാ എനിക്ക് നല്ല വിശപ്പുണ്ട്. നമുക്ക് ഇവിടെ വരെ നിർത്തിയിട്ട് കഴിച്ചിട്ട് പോയാലോ എന്നൊരു ആലോചനയിലാണ്. അയ്യോ, ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കയറണം. എല്ലാവിധ ഭക്ഷണങ്ങളും എന്റെ ഈ ബാഗിലുണ്ട്. എന്താ കഴിക്കേ? പഴം വേണ്ടേ? നല്ല പഴമാണ്. പപ്പടവട ഉണ്ട്, കുഴലപ്പം, കപ്പ വറുത്തതുണ്ട്. കഴിക്ക്. അല്ല, KFC ഉണ്ട്. കട്ടപ്പന ഫ്രൈഡ് ചിപ്സ്. സമ്പത്തന്നെ മൊത്തം ഒറ്റ കുടിക്കും. വേണ്ട എടാ അവര് തന്നെ പറ്റിച്ച്. ഇതിന്റെ അകത്ത് പെട്രോൾ ടാങ്ക് ഇല്ല. എടാ മണ്ടം, ഇതിന്റെ പെട്രോൾ ടാങ്ക് ഫ്രണ്ടിലാ. എഞ്ചിൻ കാണുന്നില്ലേ? എഞ്ചിൻ ഇല്ലാണ്ടാണോ ഇത്രയും നേരം നമ്മൾ ഓടിക്കൊണ്ടിരുന്നത്? മണ്ടന്മാരെ എഞ്ചിൻ ബാക്കിലാണ്. ചേട്ടാ പെട്രോൾ അപ്പൊ തന്നെ എത്രയാണ്? അടിച്ചോ? അടിച്ചോണ്ട് എത്രയാണ്? 1000. സമ്പത്തണ്ണ പൈസ കൊടുത്തോ? അല്ല പൈസ കൊടുത്തോ? അയ്യോ ബില്ലുണ്ടാ? ബില്ലൊക്കെ പോയി. ഡിക്കിയില്ല സാറേ. സാറേ എന്നെ ഡിക്കിയില്ലെന്നാ പറയും. സാറ് പറയും. ബ്യൂട്ടിഫുൾ പ്ലേസ്. ക്ലോസ് അടുത്ത്. റെഡി? 1 2 3. കൊള്ളാം. ഇതാണ് എക്കോ പോയി. എടാ ഗൗതമ, വണ്ടി കേടായ വേറെ വണ്ടി വാങ്ങാന്നല്ലേ അച്ഛൻ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഈ വണ്ടി കേടാക്കിയ പോരെ? പൊളിക്കടാ. ഇത് എന്റെ അച്ഛന്റെ വണ്ടിയല്ലേ? അച്ഛന്റെ 1,25,000 രൂപ പോയി. വേണ്ട എന്റെ അച്ഛന്റെ കാശ് അങ്ങനെ നിങ്ങൾ കളയണ്ട. എന്റെ അച്ഛന്റെ കാശുള്ള ഞാൻ അങ്ങനെ സമ്മതിക്കൂല. മതി കേടാക്കിയതൊക്കെ മതി. ക്ലീൻ ചെയ്തല്ലോ. മൊത്തം ബിയറൊക്കെ എടുത്ത് കുടിച്ചെടുത്ത് കുടിച്ചാൽ മതി. അവന്റെ ഒരു ഐഡിയ. നല്ല ബിയറിന്റെ മണം തെണ്ടി. വെങ്കി ഉറങ്ങല്ലേട്ടാ. ആരുറങ്ങുന്നു? നീ ഉറങ്ങാണ്ടില്ല. നമ്മളവിടൊക്കെ ഫുൾ ഓണാണ്. ഓണായിരിക്കണം പറഞ്ഞു. എല്ലാരും പറ്റാണ്. ഞാൻ മാത്രം പച്ചക്കാണ്. അറിയോ? ഒരു തരി അടിച്ചിട്ടില്ല. തെണ്ടിയോട് എടാ ഒരാഗ്രഹം ഉണ്ട്. ആ ഓട്ടോയിനെങ്കിലും ഒന്ന് ഓവർടേക്ക് ചെയ്യാം പ്ലീസ്. കാണാനുള്ള ഒരു ആഗ്രഹം. ഓട്ടോറിക്ഷനൊക്കെ വെട്ടിക്കാൻ പറ്റൂട്ടാ. ഓട്ടോറിക്ഷനൊക്കെ വെട്ടിച്ച് കാണിച്ചുതരാം. ഗൗതമന്റെ വണ്ടി ഓട്ടോനെ ചേസ് ചെയ്യാൻ ഓട്ടോ തട്ടി. ഒരു ഓട്ടോറിക്ഷനെ പിടിക്കാൻ പറ്റില്ല, പിന്നെ കാറാന്ന് പറഞ്ഞ നടന്നിട്ട് എന്താ കാര്യം? എടാ കിട്ടും. ഇപ്പൊ ശരിയാക്കി തരാം.
ഓട്ടോറിക്ഷ അല്ലേ അടി ഗൗതമതി വണ്ടി ഓടിക്കാനൊക്കെ പഠിച്ചല്ലേ? ബ്രേക്ക് കിട്ടുന്നില്ലേ? സക്സസ് ബ്രേക്ക് പോയിരിക്കാണ് നമ്മള് വണ്ടി കാണാതിരിക്കാം. ബ്രേക്ക് കിട്ടുന്നില്ല. അയ്യോ 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 ബ്രേക്ക് കിട്ടുന്നില്ലേ? ബ്രേക്കില്ല. അയ്യോ എടാ നീ മാറിച്ചു നടക്കുള്ള ബ്രേക്കില്ലത് അല്ലെങ്കിൽ കിട്ടുന്നില്ലേ? കിട്ടില്ല ബ്രേക്ക് പോയെന്ന് തോന്നുന്നു. എങ്ങനെയൊക്കെ ചാടിപ്പോയാ വെള്ളടിച്ച് പറ്റായിട്ടിരിക്കും. നീ വെള്ളം അടിച്ചിട്ടുണ്ടോ? ഞാൻ സത്യം എടുത്തോട്ടില്ല. സത്യം അടിച്ചിട്ടില്ല. ഞാൻ ഇപ്പൊ ഒരു വണ്ടി പോലെ വന്നില്ല. ഓക്കേടാ വെങ്കി ചേട്ടാ പോയി കൈ നോക്കി പച്ചക്കിരിക്കും ഒരു കുഴപ്പമില്ല വെങ്കി. വണ്ടിക്ക് ബ്രേക്കും ഇല്ല. തല എവിടാ? മൊത്തം തല അങ്ങനെ പിന്നിലേക്ക് ശ്വാസം കിട്ടിക്കോട്ടെ. എന്റെ പൊന്നു കൂട്ടുകാരാ, കാലാവസ്ഥ ഭയങ്കര മോശ. ഇവിടെ ബോധമുള്ള നേരെ വണ്ടി അടിച്ച് നോക്കാൻ പറ്റുന്നില്ല. അന്നേരം വെള്ളം അടിച്ച് 4 വിലയൊക്കെ നിങ്ങളുടെ അവസ്ഥ. താൻ അടിച്ചിട്ടുണ്ടോ? അവ അടിച്ചിട്ടില്ല. ഇതന്നെ പറ്റി തന്നെ ചേട്ടാ ഒരു കുഴപ്പമുണ്ടായില്ല. ആ ഇറക്കിറങ്ങി വന്നപ്പോ ബ്രേക്ക് പോയി. ബ്രേക്ക് പിന്നെ പിടിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ എങ്ങനെയൊക്കെ കൂടിയാണ് ചവിട്ടി കുത്തി നിർത്തിയത്. ആ മുമ്പിൽ വന്ന് പറഞ്ഞത്. നിങ്ങൾ എവിടുന്നാ? ഞങ്ങൾ മൂന്നാറിന്ന് വരും ചേട്ടാ. ഇനി എങ്ങോട്ടാ? എറണാകുളത്തോട്ട്. ആ ബ്രേക്ക് ഫുഡ് ഇരുന്നാന്ന് തോന്നുന്നു. നാളെ കാലത്ത് വർക്ക്ഷോപ്പിൽ കാണിച്ച് പോകണേക്കും നല്ലത്. അല്ലേട്ടാ അത് കുത്തനുകൾ ഇറക്കം കയറ്റല്ലേ, ചവിട്ടി ബ്രേക്ക് പോയതാ. അല്ല ഞങ്ങക്ക് ഇന്ന് രാത്രി തന്നെ പോണം. കാലത്ത് അവിടെ എത്തിയിട്ട് ഈ രാത്രി എവിടുന്ന് മെക്കാനിക്കിന് കിട്ടാനാ? ഈ അവസ്ഥയിൽ ഈ വണ്ടിയിൽ വീട് വരെ നിങ്ങൾ എത്തിയല്ലേ? അത് പോണ്ട. ഇപ്പോഴത്തെ പറഞ്ഞ കേൾക്കാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനി അവന്റെ അവസ്ഥ എന്താണ് കണ്ടറിയാം. പോണ്ട. നിങ്ങളെ ഇവിടെ ലോഡ്ജിൽ പിടിച്ചിട്ടിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടാനില്ല. ഇവിടെ ഈ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളൊന്നും പറഞ്ഞ് കേൾക്കാതെ പോയാ എല്ലാരും പിറ്റത്തെ ദിവസം പത്രത്തിൽ കാണാം. നിങ്ങളിപ്പോ പോണ്ട. നിങ്ങൾ ഇവിടെ നാളെ നോക്കാതെ ഇവിടെ നിൽക്കാം. നാളെ പോ. മാനഹാനി, പ്രണയനഷ്ടം, ധനനഷ്ടം. നീ നോയിക്കോടാ. നീ അധികാലം ഇനി എന്റെ വീട്ടിലുണ്ടാവില്ല. നീ ഉണ്ടല്ല, നീ അധികം നികളിക്കണ്ട. നീ ചെവിയിൽ വിളിക്കും. മക്കളെ പോലെ ഒരു കാര്യം പറയട്ടെ. നിർത്ത്. ബ്രേക്ക് ശരി. അത് പിന്നെ ഐശ്വര്യമുള്ള ഒരു കുറുക ചടി അങ്ങനെ ഇനി അത് ചവിട്ടി കളയണ്ട. എന്നാ സത്യമായിട്ട് നല്ല ബ്രേക്കില്ലായിരുന്നു ചേട്ടാ. അതുകൊണ്ട് നന്നായില്ലേ? പോവാതെ കഴിഞ്ഞില്ലേ? പോയിരുന്നെങ്കിൽ ഇന്നലെ വീട്ടിലെത്തിയാണ്. ഇന്നലെ നിങ്ങൾക്ക് മുന്നേ പോയിരുന്ന ഓട്ടോക്കാരനില്ലേ, അവൻ ഇന്നലെ മരം വീണ് അവന്റെ വണ്ടിയും അവനും തീർന്നു. കറക്റ്റ് സമയത്താ നിങ്ങളുടെ വണ്ടി കേടായത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളെങ്ങാനും പോയായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഭാഗ്യം, നിൽക്കേണ്ട സ്ഥലത്ത് വണ്ടി നിന്നു. ആദ്യമായിട്ടും അവസാനമായിട്ടും നാണപ്പൻ എൻ്റെ അടുത്ത് പിണങ്ങിയത് അന്നായിരുന്നു. ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള അവസാന ശ്രമവും പാളിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ ജീവിതം 700 cc എരിഞ്ഞു തീരാനുള്ളതാണ്. കാലവർഷവും തുലാവർഷവും ഓണവും വിഷുവും ഈദും ഒക്കെ ഒരു 3 വട്ടം വന്നുപോയി. നാണപ്പം കുടിക്കുന്ന പെട്രോളിന്റെ വില കൂടുന്നതിനേക്കാൾ വേഗത്തിൽ കാലചക്രം ഒരു 1.5 കറക്കം കൂടി കറങ്ങി റെസിഡൻഷ്യൽ അസോസിയേഷന്റെ 15ാം വാർഷികത്തിലെത്തി നിന്നു. തിരുവാതിരയിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തിയ അമ്മ
മീശയിൽ 2-3 നരകൾക്ക് കുടികിടപ്പ് അവകാശം കൊടുത്ത് അച്ഛ. 82-ാം വയസ്സിലും ലൈഫ് എം ടി ആക്കാതെ ഫുൾ ഓണായി സാക്ഷാൽ എം ടി ആയി മുത്തശ്ശി. സിനിമാറ്റിക് ഡാൻസിന് സ്റ്റെപ്പ് ഇട്ടുകൊണ്ട് കിച്ചും കൂട്ടുകാരികളും. ഫൈനൽ ഇയറിൽ ഒരു എത്തും പിടിയും കിട്ടാത്ത പ്രൊജക്റ്റുമായി ഞാനും വെങ്കിടിയും. കാലവും കാലിത്തീറ്റയും മാറിയിട്ടും എൻ്റെ ലൈഫിൽ നിന്നും മാറാതെ നാണപ്പനും അങ്ങനെ ഇരുന്നു. മോനെ ഗൗതമ, എടാ നിങ്ങൾ ആരെങ്കിലും ഒരു വണ്ടി എടുത്തിട്ടേ ആ ഹബീബിന്റെ വീട് വരെപ്പെട്ട ചെമ്പും കുറച്ച് പൈസ ഒന്ന് എത്തിച്ചു നീ ഏത് കാർ എടുക്കാനാ? അതിൽ ഡീസൽ ഉണ്ടാ? നിനക്കല്ലേ പരീക്ഷ? നീ പോയിരുന്നു. നീ ആ നാണത്തിനെ കൊണ്ടൊന്ന് പോയിട്ട് ചെല്ലു മോനെ. അതെ, നാനും ആകുമ്പോഴേ ഒരു 300 രൂപയ്ക്ക് എണ്ണ അടിച്ചാല് 600 കിലോമീറ്റർ. 600 കിലോമീറ്റർ. ഇവിടുന്ന് ഇങ്ങോട്ട് പോരാൻ തിരിക്കാനും സമയമില്ല. അവന്റെ അച്ഛന്റെ ഒരു ചെമ്പ്. എടാ ഗൗതമ, ഞാൻ ആലോചിക്കായിരുന്നു, നമുക്ക് ഈ വണ്ടി വല്ല കാറ്ററിംഗുകാർക്കും വാടകയ്ക്ക് കൊടുത്താലോ? അതിനെക്കാട്ടും നല്ല അഭിപ്രായം ഞാൻ പറയട്ടെ. നിന്നെ വല്ല പിള്ളേരെ പഠിത്തക്കാർക്ക് വിറ്റ് കാശാക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? അതിന്റെ ആവശ്യമൊന്നുമില്ല. മീശയും താടിയും വന്നില്ല എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് കളിയാക്കൊന്നും വേണ്ട. കണക്ഷനൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കണ്ട വണ്ടി അടിച്ചിട്ട് നിർത്താതെ പോന്നോടാ. എടാ പോടാ, എന്റെ വണ്ടിയുടെ സൈഡ് മിറർ അടിച്ച് വിളിച്ചിട്ട് ചോദിക്കാൻ വന്നപ്പോ ചേട്ടത്തടിച്ച് നിന്ന് ചലിക്കുന്ന നീ അല്ലടാ അവളെ അടിച്ചിട്ട്. ഞങ്ങളെ കണ്ടോണ്ടിരിക്കുന്നത്. ഞങ്ങളെല്ലാം കണ്ടോണ്ടിരിക്കുക. അല്ല ചേട്ടാ, ഇവള് അവിടെ നിന്ന് സൈഡ് മിറർ അടിച്ച് പൊളിച്ചിട്ട് എന്നിട്ട് ഞങ്ങൾ എത്ര ഹോൺ അടിച്ചിട്ട് നിർത്താതെ അവസരം ഈ ജംഗ്ഷൻ വരെ വന്നു. എന്നിട്ട് വട്ടം വെച്ച് ഒരു മിനിമം മര്യാദണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും കേട്ടോ. വേണം എന്റെ കൂട്ടുകാരോട് ചോദിച്ചു. എടാ വെങ്കടി, ഫ്രണ്ട് സീറ്റിൽ നിന്ന് എല്ലാം കണ്ടു. അവനാണ് ദൃസാക്ഷി ചോദിച്ചു. എടാ പുല്ല്, ഇവളല്ലേ വന്ന് വണ്ടി കിടിച്ച് പറഞ്ഞു കൊടുക്ക്. ആരെങ്കിലും കുറച്ച് വെള്ളം കൊടുത്തേ. ഇവിടെ ഒരു മനുഷ്യൻ ജാവാൻ കിടക്കുമ്പോ നിങ്ങളെല്ലാം നോക്കി നിൽക്കണം. കുറച്ച് വെള്ളം കൊടുത്തേ കുട്ടിക്ക്. എന്താ കാണിക്കുന്നത്? അതിന്റെ കയ്യിലിരിപ്പിന്റെ അടി. നീ കൊടുത്തടി. വകുപ്പാറും അതിന് എനിക്കും പറയാനുള്ളേ. ഞങ്ങളുടെ പിള്ളേരാണ്. ഏത് പിള്ളേര്? എടാ നമ്മുടെ കോളനിയിലെ പിള്ളേര്. കോളനിയിലെ പിള്ളേരാണ്. ഞങ്ങൾ എത്ര ചില്ലറക്കാരൊന്നുമല്ല കേട്ടോ. തടിയാ. നിങ്ങൾ ചെറ്റാണെങ്കിൽ ഞങ്ങൾക്ക് എന്താണ് കുഴപ്പം? നിങ്ങൾക്ക് എല്ലാവരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം അല്ലേ? ആർക്കൊരു പ്രശ്നമില്ല. വീട്ടിൽ കൊണ്ടൊക്കെ എനിക്ക് പോലീസിനെ വിളിക്കണം. ഈ പെങ്കൊച്ചിനെ വണ്ടി കൊണ്ടിടിച്ച് കൊല്ലാൻ നോക്കി സാറേ. അല്ല സാർ, അത് നീ വെള്ളം അടിച്ചിട്ടുണ്ടോ? കള്ളം പറയല്ലേ? അല്ല സാർ, ഞാൻ പറയാം. വണ്ടി എന്താ ഇവള് ഇടത്തെ സൈഡിൽ കൂടെ ഓവർടേക്ക് തെറ്റായിട്ടുള്ള ഇടത്തെ സൈഡിൽ കൂടെ മിറർ നോക്ക് സാർ. അതാണ് ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി ഓടിച്ചു വരുമ്പോ ഇവള് മിറർ ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോയി. എന്നിട്ട് ഞങ്ങൾ ആ ജംഗ്ഷൻ മുതൽ ഓൺ അടിച്ചിട്ട് വന്നു. ഫുൾ ഓൺ അടിച്ചല്ലേ വന്നു? ഓൺ അടിച്ചു സാർ. ഞങ്ങൾ ഇവണ്ടല്ല, ഇവളില്ലേ സാർ, ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ വലത്തോട്ട് വണ്ടി അടിച്ചു. എന്നിട്ട് ഞങ്ങളെ വണ്ടി അടിച്ചിട്ട് അവള് തന്നെ താഴെ. നിനക്ക് എന്തിന്റെ കളിപ്പാടാ?
എടാ രജിസ്റ്റേർഡ് വണ്ടി കിട്ടൊക്കെയാണോ മനഃപൂർവ്വം വന്നിരിക്കുന്നത്? വണ്ടി ഇടിക്കുമ്പോ രജിസ്റ്റേർഡ് ആണോ പഴയതാണോ നമുക്ക് എങ്ങനെ അറിയാം? നമ്മളങ്ങ് ഇടിക്കുകയല്ലേ ചെയ്യുന്നത്. ഇടിച്ചിട്ട് കൂടുതൽ സംസാരിക്കുന്നു വേണ്ട. കൊച്ചിനെ ആശുപത്രി സാർ കൊണ്ട് ഹോസ്പിറ്റലിൽ വണ്ടി കേട്ടോ. ഒന്നും നീ ആ വണ്ടി അപ്പൊ വീട്ടിൽ നിന്ന് വരാൻ ആരുമില്ല. ഇല്ല, അച്ഛൻ അബ്രോഡാ. കുട്ടി എന്താ ചെയ്യുന്നത്? അവളെന്താണ് ഇതിന് മാത്രം കഥ പറഞ്ഞോണ്ടിരിക്കുന്നത്? നിന്നെ പിടിച്ച അകത്തുള്ള തന്ത്രങ്ങൾ പറഞ്ഞോണ്ടിരിക്കുകയായിരിക്കും. നിർത്തിക്കൊട്ടാ, അവളാണ് നമ്മുടെ വണ്ടിക്ക് വന്നിടിച്ചത്. ആ അവളെ ഒന്ന് ഇടിച്ചു, എന്നിട്ട് തിരിച്ചു പോയിട്ട് അവളുടെ മൂട്ടെ പോയിട്ട് വട്ടം വെച്ചതാരാ? നീ തന്നെയല്ലേ? ഞാൻ എന്തിനാ സാർ? എന്താ സാർ ഇവൻ അച്ഛനായ? ആ കൊച്ചിന്റെ കൈ ഒടിച്ചു വെച്ചിട്ട് കൈ ഒടിഞ്ഞ അല്ലെങ്കിൽ അവക്കരയിൽ കൂടുതൽ അതെന്തായാലും നന്നായി. സാറ് വിളിക്കണം. അറസ്റ്റ് ചെയ്യോ സാർ? മേ കമിൻ സാർ? ഞാനാടാ സ്കൂളോ? കേറി വാടാ. എന്തൊരു നിഷ്കളങ്കതയാന്ന് നോക്കി രണ്ടുപേരുടെ മുഖത്ത്. തനിക്ക് അവനൊന്ന് പിടിക്കാൻ മേലായിരുന്നുള്ളൂ. ഞാനൊരു പേടിയും പോകാൻ മാത്രമേ കണ്ടുള്ളൂ. അല്ലെങ്കിലും തന്നെ ഞാൻ വേണമെങ്കിൽ പോയി ഞങ്ങൾ പോയി നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് പരിപാടിയുള്ളതാ. വാ. ഈ ചേട്ടന്മാരുടെ ഈ ഡെത്ത് റേസ് കാരണേ കുട്ടിയുടെ കൈ ഒടിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി എന്താ വേണ്ടത്? സ്റ്റേഷനിൽ പോകണോ അതോ കോമ്പറി വേണോ? സാറേ ഞങ്ങളുടെ പൊട്ടി മിറന്റെ കാശെന്ന് ഞങ്ങൾ വെക്കോളാം. ഞങ്ങൾക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല. കുട്ടി കേസ് എഴുതാൻ തയ്യാറല്ലേ? ഞാൻ തയ്യാറാണ് സർ. സുഭാഷേ. മോനെ ഗൗതം സാർ, വഴിയിലൂടെ പോവുകയായിരുന്ന കല്യാണി എന്ന പെൺകുട്ടിയെ പിന്തുടർന്ന് കാറ് ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും പൊതുസ്ഥലത്ത് വെച്ച് നാട്ടുകാർ നോക്കി നിൽക്കെ മേൽപ്പറഞ്ഞ കുട്ടിയോട് അസഭ്യവശം ചൊരിഞ്ഞു എന്ന പേരിൽ ഞാനൊരു കേസ് ചാർജ് ചെയ്താൽ മിനിമം 10 വർഷമെങ്കിലും നീ അകത്ത് കിടക്കും. സാർ ഇവനാണ് വണ്ടി ഓടിച്ചത് സാർ. ഞാൻ ഇവന്റെ വണ്ടിയാണ്. ഞാൻ സൈഡ് സീറ്റിലിരിക്കുകയാണ്. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. കുട്ടീനോട് ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ല. അപ്പൊ ഇവനകത്ത് പോകും, നീ രക്ഷപ്പെടും. സാർ അപ്പൊ ഇവിടെ എന്നെ തല്ലിയതോ? എടാ അതൊക്കെ ചീറ്റി ഓലപ്പടക്കം പോലെ പോകില്ലേ. പിന്നെ നീ ഇപ്പൊ അഭിസംബോധന ചെയ്ത ഇവൾ എന്ന വാക്കിന് പോലും എനിക്കൊരു കേസ് ചാർജ് ചെയ്യാൻ പറ്റും. നിനക്കറിയില്ലേ? സ്ത്രീ ശാക്തീകരണം. ആ അപ്പോഴേ എന്താ തീരുമാനം? കേസ് എങ്ങനെയാ? ഒത്തീർപ്പാക്കണോ അതോ കോമ്പറി വേണോ? ഒത്തീർപ്പാണ് നമുക്ക് താല്പര്യം. ജനമൈത്രി ആയതുകൊണ്ട് അല്ലേ? സാറേ ആ കോംപ്രമൈസ്. അപ്പൊ സുഭാഷേ അതൊന്ന് വായിച്ചേ. ഒത്തുതീർപ്പ് കരാർ. കല്യാണിയുടെ ഒടിഞ്ഞ കൈ ശരിയാകുന്നതുവരെ അവരുടെ ആസ്പത്രി ചികിത്സയുടെ എല്ലാ മേൽനോട്ടവും ഗൗതം രാമചന്ദ്രൻ വഹിക്കുമെന്നും ഗൗതം രാമചന്ദ്രന്റെ വണ്ടിക്ക് താൻ മൂലമുണ്ടായ നഷ്ടം കല്യാണി വഹിക്കുമെന്നും സൗത്ത് സ്റ്റേഷൻ SI ഡുണ്ടു ഫ്രാൻസിസ് മുമ്പാകെ സമ്മതിച്ചുകൊള്ളുന്നു. പോലീസ് സ്റ്റേഷൻ കയറും പഠിച്ചോളും സമയത്തിന് വരാനൊക്കെ. ഹലോ, ഞാൻ എന്താ ടൂറിന് പോകുന്നു? അല്ല ഹോസ്പിറ്റൽ ആയതുകൊണ്ട് കുറച്ച് ഡീസന്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. താൻ പച്ചക്കറി മേടിക്കാൻ പോവാ? എന്തൊക്കെയാ കാണിക്കുന്നത്? കൈ കാണിക്കണം. അങ്ങോട്ട്. അതെ SI പറഞ്ഞ ഒറ്റ കാരണത്തിൽ നിങ്ങളുടെ ഈ പാട്ട് വണ്ടി ഞാൻ കയറുന്നത്. അല്ലെങ്കിൽ എനിക്ക് വല്ല ഓട്ടോ പിടിച്ച് പോയാൽ മതിയായിരുന്നു. അല്ല കല്ലോ, ഞങ്ങള് രണ്ടാളും കൂടെ. കല്ലോ? ആരാണ് തന്നെ കല്ലും പെണ്ണും? അതെ, എനിക്ക് ആശുപത്രി പോകാൻ ഒരു ഡ്രൈവറിന്റെ ആവശ്യമുള്ളൂ, ഒരു ബോഡി ഗാർഡിന്റെ ആവശ്യമില്ല. തുറന്നാടോ? ബോഡി ഗാർഡല്ലേ? ഒറ്റ കയറാന്ന് കയറിക്കും. ഇന്നെങ്ങാനും എടുക്കോ? അങ്ങനെ എന്റെ ചോര ഊറ്റി കുടിക്കാൻ പുതിയൊരു അവതാരത്തിനെ കൂടെ നാണപ്പൻ എന്റെ ലൈഫിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു. ബുള്ളറ്റ് യക്ഷി. പിന്നീട് അങ്ങോട്ട് ഉറക്കമില്ലാത്ത രാത്രി, അല്ല പകലുകളായിരുന്നു. ഓ ഒരു രക്ഷയില്ലല്ലേ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വിളിച്ച് വണ്ടി എടുത്തിട്ട് വരാൻ പറയും. ഹലോ, ഹോസ്പിറ്റലിലോട്ട് മാത്രം കൊണ്ടുപോയാൽ മതി, അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ അതുകൊണ്ട് തീരില്ലല്ലോ. ഇത്ര രാവിലെയോ? ഒരു കൊടുങ്കാറ്റിന്റെ കൂടെ കുറവുള്ളൂ. ചേച്ചി ഞാൻ എടുക്കൂലട്ടാ. അടുത്ത ടാസ്ക് തരാനാണ്. ഇവിടെ ഈ സാധനം എടുത്ത് തലക്കടിക്കോ? ഉപ്പോട്ട് കർപ്പൂരം വരെ മേടിച്ച് വീട്ടിൽ കൊടുത്തു. ഇനി എന്നെ കൊണ്ടുവരും. കാറിന്റെ ഡോറും തുറക്കും. ഞാൻ പിന്നെ എടുത്ത് ഇല്ലെന്നോ? നിന്നോടൊക്കെ ദൈവം ചോദിക്കൂടി. അമ്മേ, അമ്മേ, നാണപ്പന്റെ താക്കോല എവിടെ? അവിടെ എവിടെയെങ്കിലും കാണും, നീ നോക്ക്. അമ്മേ,
എന്ത് വാ എവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? മറു ലേറ്റ് ആയി. പിടിക്കേ ദോശ കഴിച്ചിട്ട് പോവാം. ആ ദോശക്ക് പിന്നെ കഴിക്കാം. അച്ഛാ മാറി 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 മാറി. അതെന്താണ്? ഞാനിവനെ ഒന്ന് കുളിപ്പിച്ചോട്ടെ. എന്തായി കാട്ടണേ? അച്ഛൻ എന്നെ ഇതുപോലെ എപ്പോഴെങ്കിലും കുളിപ്പിച്ചിട്ടുണ്ടോ? നീ എങ്ങോട്ടായി പായണേ? മാറിക്ക്. എവിടെ? വാ കേറ്. ആ ഡോറ് നടക്കോ? ഈ കൈ കൊണ്ടാണ് കേട്ടോ. മറ്റേ കൈ അനക്കാതെ വെച്ചോട്ടാ. വൈകാതെ അതും പ്ലാസ്റ്റർ ഉപദ്രവിക്കാനായിട്ട്. എനിക്ക് ഞാൻ പറയുന്നത് കേൾക്കണ്ട. അല്ലെങ്കിൽ നിന്നോടൊക്കെ ആരോട് സംസാരിക്കാൻ പോണേ? ഒന്ന് പെട്ടെന്ന് പോവോ? ഈ കാരണല്ലേ പോവും. അല്ലെങ്കിൽ അരമണിക്കൂർ ലേറ്റ്. അമ്പചാടുപ്പ് അങ്ങനെയൊക്കെയാ. കല്യാണിയുടെ ഡ്രൈവറല്ലേ, അതേ ബില്ലൊന്നും അടയ്ക്കണം. എണ്ണൂറല്ലേ? അറിയാൻ മേലാണ്ട് ചോദിക്കുക. വരവേൽപ്പ് സിനിമ എത്ര വട്ടം കണ്ടു? ആഹാ, അല്ല ആരിത്? നായരോ? ദിവാകരൻ പാലൊക്കെ വിറ്റ് തീർത്തിട്ടുള്ള എന്റെ അച്ഛനെ ഈ സൈക്കിളിന് മുത്തശ്ശി ഒരുമിച്ചാണ് പറ്റത്. വേണ്ടട്ടാ, എന്റെ മുത്തശ്ശന്റെ പ്രായം ഉണ്ടാ സൈക്കിളിന്. അപ്പൊ പാരമ്പര്യ വിലപ്പടിയാണ്. മറ്റവളാ ബുള്ളറ്റ് യക്ഷി. ഈ ഗ്രാമത്തിൽ വെള്ളം ചേർക്കാത്തതായിട്ടുള്ള പാൽ ദിവാകരന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ അല്ലേ? മനുഷ്യൻ മായത്തിന് അടിമയാണെങ്കിലും ദിവാകരന് മാറാൻ കഴിയില്ല. കട്ടവില്ലനായിരിക്കും. നിങ്ങളെ വണ്ടി ആരെങ്കിലും ഒരു വണ്ടി ഒന്ന് എടുക്കാൻ. വണ്ടി കൊണ്ടുപോവാ പ്ലീസ്. വണ്ടി ഞാൻ എടുക്കാം. വണ്ടി ഞാൻ എടുക്കാം. നമ്മുടെ വണ്ടി എടുക്കാം. നീ ചെന്ന് കിച്ചൻ്റെ അച്ഛനും കൂടെ എൻട്രൻസിനെ വേഗം. അതിൽ ഓട്ടോറിക്ഷ മാത്രം പോകാൻ പറ്റുന്ന റോഡ് വഴി ഉണ്ട്. അതിലോട്ട് കുഴപ്പമില്ല. വിഷമിക്കാതിരിക്കും. അങ്കിള് അച്ഛൻ ഐസിയിലേക്ക് കയറ്റിയിട്ടുണ്ട്. ചിലപ്പോ തോന്നും നാണപ്പൻ അത്ര പ്രശ്നക്കാരനല്ല. തോന്നലല്ല, ശരിയാ.
ഇങ്ങനെ കരയല്ലേ കിച്ചു, ഞാൻ വെള്ളം ഉണ്ടോ എന്ന് നോക്കട്ടെ. താനെന്തിനാ ഇങ്ങനെ കരയുന്നേ? ഇവിടെ ഒന്നും പറ്റിയില്ലല്ലോ. ഫിക്സ് ഉള്ളവർക്ക് ഇത് സ്ഥിരമല്ലേ? അത് പേടിച്ചിട്ടാ, ഭയങ്കര ലോല മനസ്സാണ്, അതാണ്. ഇത്രയും നല്ല ചേട്ടന്മാരുള്ളപ്പോ താൻ എന്തിനാ പേടിക്കുന്നേ? താങ്ക്സ്. ഒന്ന് ഒപ്പിടൂ. എത്ര? 35. കരച്ചില് മാറ്റാനുള്ള ഇൻജക്ഷൻ വല്ലതും ഉണ്ടാവും സിസ്റ്ററെ? ആ ഫെസിലിറ്റി ഇവിടെ ഇല്ല. ഓക്കെ സിസ്റ്റർ, അപ്പൊ ആരെങ്കിലും ഒപ്പിട്ടാ പോരെ? പറ്റിക്കാണോ? എന്റെ അടുത്ത പേഷ്യന്റ് വന്നിട്ടുണ്ട്. എന്റെ കൈ ഓടിച്ചു, എന്റെ വണ്ടി ഇവിടെ. ഇതൊരു ഹോസ്പിറ്റലാണ്, ഇവിടെ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കാൻ പാടില്ല. ഗൗതമ, ഇവളുമായിട്ടുള്ള ബന്ധം നമുക്ക് വേണ്ടെന്ന് ഞാൻ പലതവണ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള. നീ അവളെ നോക്കി, അവളെ കണ്ടോ അറിയാം അവള് കള്ളിയാണ്. ഇന്ന് അവളുടെ കെട്ട് ഈ കയ്യിലാണ്, ഇന്നലെ അവളുടെ കെട്ട് മറ്റേ കയ്യിലായിരുന്നു. നാളെ അവള് തലയിൽ കെട്ട് കെട്ടിയിട്ട് വരും, മറ്റന്നാൾ അവള് ഫുൾ ബോഡി കെട്ട് കെട്ടി ഒരു മമ്മിയായിട്ട് വന്ന് നിന്റെ കണ്ണു കെട്ടി നമ്മളെല്ലാവരും പറ്റി. സോറി സിസ്റ്റർ, സോറി ചേട്ടൻ കുറച്ച് ഇമോഷണൽ ആയി പോയി. ഇത്ര ഓറാന്ന് ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു തന്നെ. ഒരു മിനിറ്റ് കിച്ചു, കുഴപ്പമൊന്നുമില്ലാന്ന് സിസ്റ്റർ പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ എപ്പോഴും ഇങ്ങനെ കരയുന്നേ? ഒന്നുമില്ലാന്നല്ല, ഇവിടെ നേരത്തെ എത്തിച്ചത് കൊണ്ട് ഒന്നുമില്ല. സമാധാനിപ്പിച്ചോട്ടെ. കൈ തന്റെ വണ്ടി ഇവിടെ ആംബുലൻസ് ആക്കിയിട്ടൂടെ? പോയി കിച്ചു, ഞാൻ പോരാ. എന്താണ്? ഞാൻ കൊറേ വിളിച്ചു, പക്ഷെ എടുത്തില്ല. ഫോൺ കാറില്. അതെ, ഇന്നലെ രാത്രി കൂട്ടുകാരുടെ അച്ഛനെ ഫിക്സ് ഇളക്കി. രാത്രി എല്ലാരും കൂടെ എടുത്ത് കാറിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കി. ഫോൺ കാറിലായി പോയി, എടുക്കാൻ പറ്റില്ല, സോറി. ആ കുട്ടി എന്തിനാ കരയണേ? ആ കുട്ടിയോ? അവളുടെ അച്ഛൻ അപസ്മാരം വന്ന സന്തോഷത്തിൽ അറിയാം. വൈകിട്ട് പാർട്ടിയൊക്കെ ഉണ്ട്, വരണില്ലേ? എന്നാ ആ കുട്ടിയുടെ അടുത്ത് നിന്നോ, ഞാൻ ഡ്രസ് ചെയ്തിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് പൊക്കോളാം. കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. അല്ല, ഞാൻ നോക്കിക്കോളാം. അത് അല്ല, വേണ്ട, ഞാനും വരാം. ഇല്ല, എനിക്ക് കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമുണ്ടെന്നേ, ഞാൻ വരാന്ന് പറഞ്ഞില്ലേ. ചെല്ലേ. ഞാൻ വിചാരിച്ചു താനൊരു ടിപ്പിക്കൽ അലമ്പനാണ്, പക്ഷെ അല്ല. ഞാൻ പോട്ടെ. എന്ന് വെച്ച് കൂടുതൽ അഹങ്കരിക്കണ്ട കേട്ടോ. ശരി എന്നാ. പിന്നെ നാളെ വേണമെങ്കിൽ ഞാൻ വരാം. വേണമെന്നില്ല. അല്ല, കുഴപ്പമില്ല, ഞാൻ വരാം. ശരി എന്നാ. ഉയിരേ കവറും ഉയിരെ പോലെ എന്താണ് നീ, എന്താണ് ആ കാതൽ മഴയാ തനുവിൽ ചേരും. ആരാണ് നീ, ആരാണ് ഉയരേ ചിരകോ രാവിൻ നിലവോ മധുവോ കാണാ കനവോ നീ കണ്ണോട് കണ്ണോട് കണ്ണോരമായി, കാതോട് കാതോട് കാതോരമായി, നെഞ്ചോട് നെഞ്ചോട് നെഞ്ചോരമായി നിറയെ. നീ തോരാതെ തോരാതെ തീരാതെയായി, മായാതെ മായാതെ മായാതെയായി, എന്നാളും എന്നാളും എന്നാളമായി പടര്. ഓ ഉയിരേ ഉയിരിൻ ഉയരെ മൂടും തീയാണ് നീ, തീയാണ് കാതൽ കനലായി അകമേ നീറും നോവാണ് നീ, നോവാണ് ഇനി എൻ നിഴലായി വാഴ്വിൻ നദിയാ
നാളെ രാവിലെ ഫ്രീ ആണെങ്കിൽ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരാമോ? അഴകേ അഴകേ അകമേ നീയാം പേരാണ് നീ നേരാണ് ആ കാതൽ കുളിരാ ഇവനിൽ ചേരും ചേലാണ് നീ ചേലാണ് മധുരം പകരാൻ മോഹം തുകരാൻ മേൽ തഴുകാൻ തമ്മിൽ അലിയാൻ ഞാൻ താരങ്ങൾ തേടുന്നോരാകാശമായി പാടുന്ന രാഗങ്ങൾ സംഗീതമായി കാണുന്നതെല്ലാമേ നിൻരൂപമായി താനേ ഓ താരാ പ്രേമിക്കണേന് ഇവിടെ ആരും എതിരൊന്നുമല്ല. പക്ഷെ ഒരു ജോലി കിട്ടി സ്വന്തം കാലിൽ നിൽക്കാതെ കല്യാണം ഒരു കാര്യം ഇവിടെ ആരും മിണ്ടിയേക്കരുത്. ജോലി ഉണ്ടായിട്ടാണോ ശ്രീലു നിന്നെ ഞാൻ കല്യാണം കഴിച്ചേ? അന്നൊക്കെ പറമ്പില് അടക്കയും തേങ്ങയും വിറ്റ് കിട്ടുന്ന കാശുകൊണ്ടാ നമ്മൾ ഇത്രയുടെ എത്തിയത്. വായ കീറിയ ദൈവം അതിനുള്ള വഴിയും കണ്ടില്ല. ഒരടക്കയും തേങ്ങയും ഇന്നത്തെ കാലത്ത് പട്ടണത്തിൽ ജീവിക്കണമെങ്കിലേ നല്ല കാശ് വേണം. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞവനെ വളം വെച്ച് കൊടുത്തോ? പക്ഷെ മോനെ പ്രോത്സാഹിപ്പിച്ചല്ലോ. മോനൊരു തേങ്ങ ഇല്ല. എങ്ങനെയുണ്ട്? നിങ്ങളിങ്ങനെ കിടന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ കുട്ടിക്ക് ഇപ്പം അതൊക്കെ ചിന്തിക്കേണ്ട പ്രായമായി. എൻ്റെ രാമൻ്റെ അച്ഛനെയും ഞാൻ കല്യാണം കഴിക്കണത് എൻ്റെ 16ാമത്തെ വയസ്സിലാണ്. അന്ന് നിന്റെ മുത്തച്ഛന് ഇപ്പം നിന്റെ ഈ പ്രായമേ ഉള്ളൂ. ഇപ്പൊ അങ്ങനെ ചെയ്താലേ ബാല പീഡനാ. ഭഗവാൻ തന്നെ അന്ന് മുതലേ എനിക്ക് നിന്റെ മുത്തച്ഛൻ തേൻമുട്ടായി വാങ്ങിത്തരും. മുത്തശ്ശൻ കട്ട റൊമാൻറ്റിക് അല്ലേ? ഓ അതൊക്കെ ഒരു കാലം. അന്നൊക്കെ നിന്റെ മുത്തച്ഛൻ വേണ്ട വേണ്ട വേണ്ട, ഈ കഥ എനിക്ക് കേൾക്കണ്ട. അതെ, തൽക്കാലം അതേ ടുട്ടിനെ പിടിച്ചു വിട്ടിരുന്നു. ഞാനിപ്പോ വരാട്ടാ. ആ വെങ്കടി നീ പോടാ. ഞാൻ വരാം വരാം. സിലോണിന്ന് കാറിൽ വന്നവരൊക്കെ ഉണ്ട്. വേണ്ടട്ടാ. എടാ ഈ ഗൾഫിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞ എടാ നീ ക്യാമ്പസ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതല്ലേ? നിനക്കാണ് എന്തായാലും കിട്ടുകയും ചെയ്യും. അത് ആവണ നോക്കിയിട്ട് പോരടാ ഈ പോണതൊക്കെ. എടാ ഈ ക്യാമ്പസ് ഇന്റർവ്യൂ ഒക്കെ ഭയങ്കര കോമഡി അല്ലടാ. അത് നോക്കിക്കൊണ്ടിരുന്ന എന്റെ വീട് ബാങ്കുകാർ കൊണ്ടുപോകും. പിന്നെ ദിവസം രാവിലെ നാട്ടുകാർ വന്ന് തെറിവിളിയും തുടങ്ങും. ഇതൊന്നും കേൾക്കാൻ വയ്യാത്തോണ്ടാണ് ഞാൻ മാമന്റെ കൂടെ ഗൾഫിൽ പോകാൻ തീരുമാനിച്ചത്. അങ്ങനെയാണെന്നുണ്ട് ഒരു കിടിലൻ ഐഡിയ ഉണ്ട്. നേരെ ഗൾഫിൽ ചെന്ന് അറബീനൊക്കെ പറ്റിച്ച് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി ഇവിടെ വന്ന് നമുക്കൊരു കിടിലൻ ബിസിനസ് തുടങ്ങാം. ഉറപ്പല്ലേ? ഇവിടെ ഒരുത്തിന് അങ്ങോട്ട് വിടാതിരിക്കാൻ നോക്കുമ്പോഴാണ് അവിടെ പോയിട്ട് നടക്കാത്ത കഥയും പറഞ്ഞൊരു കോമഡി അടിക്കുന്നത്. എടാ പോവാണ്ടിരിക്കാൻ പറ്റൂലടാ. വീട്ടിൽ നല്ല പ്രഷറുണ്ട്. അത് മാത്രമല്ല എന്റെ അപ്പനോട് നടക്കി അമ്പാനിയാവാൻ നോക്കി എന്റെ കുറെ ബാധ്യതകളുണ്ട്. ഇതൊക്കെ തീർക്കാതെ എനിക്ക് വേറെ വഴിയില്ല. അതുകൊണ്ടാണ്. അപ്പൊ നീ ഉറപ്പിച്ച് ഇനി പുറത്തു പോയിട്ട് ചേട്ടൻ ഈ ബാധ്യതയൊക്കെ തീർത്തിട്ട് വേണം ഒരു കല്യാണം കഴിച്ചിട്ട് അടുത്ത ബാധ്യത ഉണ്ടാക്കി വെക്കാൻ. കോമഡി അത്ര രസമില്ല. ഇഷ്ടായില്ല. ചേട്ടൻ പോയിട്ട് ഒരു പുതിയ സ്ഥലത്ത് പോയിട്ട് ഒരു പ്രവാസിയായിട്ട് ജീവിക്കാനുള്ള പരിപാടിയാണ്. എന്നിട്ട് വേണം നിന്നെയൊക്കെ ഒന്ന് കൊണ്ട് രക്ഷപ്പെടുത്താൻ. നീ ഫ്രോഡ് പരിപാടിയൊക്കെ നിർത്തിട്ട് വീട്ടുകാരെയൊക്കെ ഒന്ന് രക്ഷപ്പെടുത്താൻ നോക്കുക കേട്ടോ. തമാശകളെയൊക്കെ നിർത്തിട്ട്. എടാ നീ ക്യാമ്പസ് ഇന്റർവ്യൂവിന്റെ കാര്യം നോക്കിട്ട് പോടാ. പറയണേക്ക്. എടാ ഒരുത്തൻ സ്വന്തം വീട്ടുകാരെയും നാട്ടുകാരെയും കൂട്ടുകാരെയൊക്കെ പഠിച്ചിട്ട് വേറൊരു നാട്ടിലേക്ക് പോകണമെങ്കിൽ അവൻ എന്തൊരു ഗതിയില്ലാത്തവനായിരിക്കും. ഗൗതമ, ഇതെന്തൊരുപാടാ നീ ഇരിക്കുന്നേ? ദേ മുത്തശ്ശി താഴെ പിണങ്ങിയിരിക്ക. ഇന്ന് മുത്തശ്ശിയുടെ പിറന്നാളാന്ന് കൂടി നീ മറന്നുപോയോ?
ഒരു കൊട്ടയ്ക്കുണ്ട് മുഖം ഉമ്മയുണ്ട് ഇപ്പോ. നീ ഒരു കാര്യം ചെയ്യും, നീ ഇത് പിടിക്ക്. സിൽക്ക് ഇതുകൊണ്ടേ കൊടുത്തേ, ഒന്ന് പിടക്കം മാറ്റ്. ഗൗതമാ വാ. ഞാൻ വരാം. മുത്തശ്ശിയുടെ ഫേവറേറ്റ് സിൽക്ക്. അയ്യേ ഇത് ശരിയല്ലട്ടാ. പിറന്നാളായിട്ട് ഇങ്ങനെ പണങ്ങിരുന്നു കഴിഞ്ഞാൽ 80 വയസ്സായി. നമുക്ക് ആഞ്ഞു പിടിച്ചൊരു സെഞ്ചുറി അടിക്കാനുള്ളതാണ്. പിന്നെ പ്രായം കൂടുമ്പോ ആരെങ്കിലും സന്തോഷിക്കോ? മണ്ട. അതിന് പ്രായം കൂടിയാൽ എന്താണ്? ഹേമാമാനിയുടെ ലുക്കല്ലേ മിസ്റ്റർ മുത്തശ്ശി? അത് പറഞ്ഞപ്പോഴാ ഓർത്ത്, പണ്ട് നിന്റെ മുത്തച്ഛൻ എന്റെ രാമൻ. വേണ്ട 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 വേണ്ട, ഈ കഥ എനിക്ക് അതല്ലടാ, പണ്ട് നിന്റെ മുത്തച്ഛൻ പറയായിരുന്നു, എന്നെ കണ്ട ചെമ്മീനിലെ ശീലമായിരിയായിരുന്നു. എന്നിട്ട് കറുത്തമ്മ കാണാൻ വേണ്ടി പരിക്കുട്ടി സിലോണിൽ നിന്ന് കാറോട് ചോരായിരുന്നു അല്ലേ? മാനസമൈനേ വരൂ ഇതാ കറുത്തമ്മ തിരുമിട്ടായി ആ കഥയല്ലേ? ഈ ആയിരിക്കുന്ന ഇരിപ്പുണ്ടോ ഉണങ്ങിയ കറുത്തമ്മ? നീ പോടാ. എന്താ ചെയ്യാ, നമ്മുടെ 80ാം പിറന്നാൾ നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തി കേമായിട്ട് ആഘോഷിക്കണമെന്ന് ഞാനും വിചാരിച്ച. അത് പിന്നെയാലും വിളിക്കാലോ. അതൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ വിശേഷം? ബന്ധുക്കളൊക്കെ മദിരാശിയിലും ബോംബെയിലും ഒക്കെ ആയിട്ട് ചെതറിക്കിടക്കല്ലേ. അമ്മ പിണങ്ങിട്ട് ഇപ്പൊ എന്താ കാര്യം? അപ്പൊ അതാണ് കാര്യം. അച്ഛാ അതിലൊന്നും കാര്യമില്ല, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. മിസ്റ്റർ കറുത്തമ്മ, ടുഡേ ഈസ് യുവർ ബിഗ് ഡേ. ഇനിയും ഹാപ്പി ആവാൻ എന്ത് വേണം? വൈകിട്ട് അമ്പലം, കൂടുതൽ സിൽക്ക്, എന്ത് വേണം പറയൂ. അമ്മ മുഴുവൻ കഴിക്കണ്ട കേട്ടോ, പ്രായം കറുത്തമ്മ. എനിക്കൊന്നും വേണ്ട. നോക്കൂ, 300 രൂപയുടെ ആസ്തിയുണ്ട് നിങ്ങളുടെ പേരക്കുട്ടിക്ക്. പറ മുത്തശ്ശി, ആകാശത്തിന് കീഴിൽ പണം കൊണ്ട് കിട്ടുന്നത് എന്തും ഞാനൊന്ന് സാധിച്ചു തരും. ഈ ഗൗതമൻ സാധിച്ചു തരും. സാധിച്ചു തരുമോ നീയെ? ഉറപ്പായിട്ട് സെറ്റാക്കി തരും. എങ്കിൽ എനിക്ക് രാമസേതു കാണണം. സെറ്റാക്കി തരുമോ നീയെ? അച്ഛേ കേട്ടു. ഞാൻ 300 ഇട്ട് രാമേശ്വരം വഴി ധനുഷ്കോടിയിലേക്ക് ഒരു തീർത്ഥാടനം. അച്ഛേ സെറ്റായിക്കോട്ടെ, പോവല്ലേ, പാപങ്ങളൊക്കെ തീരട്ടെ. വിൺവെയിലെ വിൺമഴയെ വൻവഴിയെ എന്നിതിലെ വരുന്നു നാം, വരുന്നിതാ നാം. കിനാവോ അനേകം വിദൂരം വിമുഖം അനന്തമാം ഈ പാത പോലെ കൺമുനയിൽ പൂത്തു താരകം ഇതൾ പോൽ നീർത്തി മാനസം നാം തേടുന്നു ഈ യാത്ര തൻ തീരാകഥ. അതൊന്നും ഇവിടെ കിട്ടൂല. തേൻ മിഠായി ഉണ്ട്, മതിയാ? എന്തായാലും മധുരം വേണം. തീരാകഥ മതിയാ? ഞാൻ തീരാകഥ തീരാകഥ. ഹോട്ടലിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടില്ല എന്റെ കുട്ടിയെ. നമ്മൾ ഇന്നലെ മുത്തശ്ശിക്ക് വിശക്കുണ്ടില്ലേ? എന്താ പൊട്ടക്കടയാണ്. അമ്മ ഒന്ന് പിടിച്ചേ, ഞാൻ പോവാ. എനിക്ക് പോയോ? പൊയ്ക്കോട്ടെന്ന്. അല്ലെങ്കിൽ ഒരു ചായ മേടിച്ചു. ചായ ഒന്നും പറ്റില്ല, വേണേ ഒരു കോഫി അല്ലേ പറയാ. വിശപ്പില്ലേ? കഴിക്കണ്ടേ? നിറങ്ങൾ സ്വരങ്ങൾ വനങ്ങൾ ദളങ്ങൾ കടന്നുപോയി നാം
പതുക്കെ പതുക്കെ എന്നാളും ഈ നോവോ മറന്നുപോയി നാം ഈ നിലവിലേറെ ഓർമ്മകൾ കെടാതെ ബാക്കി ആകവേ നാം തേടുന്നു ഈ യാത്ര തൻ തീരാകഥ 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 കണ്ടാ പണ്ട് ശ്രീരാമനും ഹനുമാനും കൂടെ പണിത രാമസേതു പൊളിഞ്ഞെടുക്കണ മുത്തശ്ശ ശരിക്കും വന്ന വഴി കാണണ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ കുട്ടിത്വം ഇല്ലാതാവുമെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. പക്ഷേ മുത്തശ്ശി അതിനൊന്നും പിടികൊടുക്കാതെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് അങ്ങ് പോയി കളഞ്ഞു. പക്ഷെ അപ്പോഴും മുത്തശ്ശിയുടെ അവസാന ശ്വാസം നാണപ്പൻ്റെ ഉള്ളിൽ അങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ ഗൗതമ, പ്രത്യേകിച്ച് ഉപദേശം തരാനൊന്നുമില്ല. പഴയപോലെ കുരുത്തക്കേടൊന്നും ഒപ്പിച്ചു വെക്കരുത്. നിന്റെ കൂടെ തല്ലു കൊള്ളാനും പാര വെക്കാനൊന്നും ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ആ ഗേറ്റ് കിടന്നു ഞാൻ പിന്നെ ഒരു പച്ച പ്രവാസിയായിരിക്കും. അപ്പം എന്തായാലും ശരീരം കൊണ്ട് മാത്രമേ ഉള്ളൂ. മനസ്സ് ഞാൻ നിന്റെ നാണപ്പൻ്റെ ഫ്രണ്ട് സീറ്റിൽ വെച്ചിട്ടുണ്ട്. അത് ഈ നമ്മുടെ നഗറിലെ മതിലിൽ കൊണ്ടുപോയി ഭദ്രമായിട്ട് കൊണ്ട് വെച്ചേരെ. ശരിയടാ, അപ്പം ഞാൻ പോയി. ഇന്ന് ഞാൻ ചിലപ്പോൾ കരയും. വല്ലാത്തൊരു ഡെസ്പാവസ്ഥ. മുത്തശ്ശനിയില്ല, എങ്ങനെയാണെങ്കിൽ പോയി. ഞാൻ ഇഷ്ടപ്പെടുന്നവർക്ക് കൈവിട്ടു പോവാന്നൊരു തോന്നൽ. എനിക്ക് മനസ്സിലാവും മുത്തശ്ശിയോട് നിനക്കുള്ള അറ്റാച്ച്മെന്റും എങ്കിലും നിനക്ക് ആരായിരുന്നെന്നും ഒക്കെ.
പക്ഷെ നീ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അവരൊക്കെ എന്റെ പാർട്ടായിരുന്നു കല്യാണി. എനിക്കറിയാം. ഒരു പകുതി ചത്ത അവസ്ഥ, വല്ലാത്തൊരു എംപ്റ്റി ഫീലിംഗ്. പക്ഷെ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ലൈഫിലൊന്നും ആരും കോൺസ്റ്റന്റ് അല്ല. എല്ലാവരും അവരവരുടെ തിരക്കുകളായിട്ട് പോകും. പക്ഷെ ഒന്ന് നോക്കിയാൽ അന്നേരം ഒരാൾ കാണും. ആൻഡ് മേ ബി that person can bring light into your life. പക്ഷെ എന്റെ ചുറ്റിലും ഇരുട്ടാണ് കല്യാണി. കൂടെ ആരുമില്ല എന്നൊരു തോന്നൽ. അപ്പൊ ഞാനോ? അതല്ല, ഒരു തേപ്പ് ഞാൻ മണക്കുന്നു. അപ്പൊ അതാണ് കാര്യം. അല്ല, സാധാരണ ഇങ്ങനത്തെ സന്ദർഭങ്ങളാണല്ലോ ഇത് സംഭവിക്കുന്നത്. ഇതിനൊരു തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാക്കാം. ഇപ്പൊ തന്നെ തേക്കാൻ പോകണം. നിന്റെ വീട്ടിൽ നമ്മുടെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. നിനക്കറിയേണ്ട എന്റെ വീട്ടിലെ സ്റ്റാൻഡല്ലേ. എന്റെ അച്ഛനോട് സംസാരിച്ച് ഞാനൊരു അപ്പോയിന്റ്മെന്റ് ശരിയാക്കാം. അപ്പോയിന്റ്മെന്റ് മേടിച്ചു പോയി കാണാൻ മാത്രം നിന്റെ അച്ഛനാര്? ഫോട്ടോ കിട്ടി കാണല്ലേ? എനിക്ക് കിട്ടിയ ഫോട്ടോന്റെ ഒന്നും ആവശ്യമില്ലട്ടോ. ആ എക്സൈറ്റഡ് ആയിട്ടുള്ള ലുക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. കാര്യങ്ങളൊക്കെ കല്യാണി പറഞ്ഞിരുന്നു. ഇനി ഗൗതമന്റെ പാട്ട് കൂടി കേട്ടാൽ എനിക്കൊരു തീരുമാനം എടുക്കായിരുന്നു. അങ്കിളെ, സാർ ഓർഡർ പ്ലീസ്. ഫ്രഷ് ലൈം. ഗിവ് സംതിങ് ചിൽഡ്, ദ ബെസ്റ്റ് ഇൻ ദി മെനു. മൊയ്റ്റോസ് ആയാലോ സാർ? ഗുഡ് ചോയ്സ്. മൊജീറ്റോ അല്ലേ? മൊജീറ്റോ അല്ല, മൊയ്ത്തോ. മൊയ്ത്തോ. അപ്പൊ പറയൂ ഗൗതമൻ, എന്താ തന്റെ സ്റ്റാൻഡ്? അങ്കിളെ, എനിക്ക് കല്യാണം ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് കല്യാണിയെ കല്യാണം കഴിപ്പിച്ചു തരുമോ? സാധാരണ ഈ പോയിന്റില് പെൺകുട്ടിയുടെ അച്ഛൻ വില്ലനാവാണ് പതിവ്. പക്ഷെ ഗൗതമൻ എന്റെ മുന്നിൽ കൂളായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കാണിച്ച സ്മാർട്ട്നെസ് ഉണ്ടല്ലോ, അതെനിക്കിഷ്ടപ്പെട്ടു. ഐ എം ഇംപ്രസ്ഡ്. താങ്ക് യു. ഗൗതമന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, മുത്തശ്ശി. വീട്ടില് അച്ഛനും അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. അതെ, വർക്കിംഗ്? അച്ഛൻ റിട്ടയർഡ് പോസ്റ്റ് മാഷാണ്. അമ്മ ഹൗസ് വൈഫ്. ഒറ്റ മോനാണോ അല്ലേ? അതെ. പാമ്പേർഡ് ആണോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഗൗതമൻ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഞാൻ ഈ ക്യാമ്പസ് സെലക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാം. വിളിക്കവര്. ഓ, അപ്പൊ കല്യാണിയും താനും ഒരേ ഏജ് ആണല്ലേ? ഏകദേശം ഒരേ ഏജ് ആയിരിക്കും. ആ കാറൊന്ന് മാറ്റി പാർക്ക് ചെയ്യാൻ പറ്റും? ഒരു 10 മിനിറ്റിൽ മാറ്റിയാ പോരെ? ഓക്കെ സാർ, കുഴപ്പമില്ല. ഇതാണോ ഗൗതമന്റെ കാറ്? വീട്ടില് അച്ഛൻ ഉപയോഗിക്കുന്ന കാറാ. അപ്പൊ ഗൗതമന് വേറെ കാറുണ്ടോ? ഞാനും ഇടയ്ക്ക് ഓടിക്കും. നല്ല വണ്ടിയാണല്ലോ. അതെ അതെ. എത്രയാ അതിന്? 1,27,000. 1,25,000. അത്രേ ഉള്ളൂ? സെക്കൻഡ്സിന് മേടിച്ച. ഗൗതമ വാങ്ങിച്ചു? അല്ല, അച്ഛൻ. മാർക്കറ്റിൽ ഇങ്ങനൊരു കാർ ഇറക്കാൻ അതിന്റെ കമ്പനി ചെയർമാൻ തീരുമാനമെടുത്തതിന്റെ പിന്നിൽ ഒരു സംഭവമുണ്ട്. ആ കഥ അറിയോ ഗൗതമന്? ഒരു ദിവസം ഈ കമ്പനിയുടെ ചെയർമാൻ ബോംബെ സ്ട്രീറ്റ്സിലൂടെ അയാളുടെ ലക്ഷറി കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ട്രാഫിക് സിഗ്നലിൽ ഒരു കാഴ്ച കണ്ടു. രാവിലെ ബൈക്കിൽ ജോലിക്ക് പോകുന്ന ഒരാള്, കൂടെ ഭാര്യയും 3 മക്കളും, പിന്നെ അവരുടെ ബാഗ്, കുടകളും സാധനങ്ങളും ഒക്കെ. ഒരു കുടുംബം മുഴുവൻ തിങ്ങി ഞെരുങ്ങി ജീവനും കയ്യിൽ പിടിച്ച് ഒരു ബൈക്കിൽ ബാലൻസ് ചെയ്ത് പോകുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഗൗതമനോ ഞാനോ ആയിരുന്നെങ്കിൽ ഒരാൾക്ക് കൂടി കയറാമെന്നുള്ളൊരു ക്ലീഷേ വെളുപ്പമടിച്ചങ്ങ് പോവായിരുന്നു. പക്ഷെ അദ്ദേഹം ചിന്തിച്ചതും ചെയ്തതും പിന്നെ ചരിത്രമായി മാറി. സ്വന്തം രാജ്യത്തെ ഒരു സാധാരണ കുടുംബത്തിന്റെ യാത്രകൾക്ക് പോലും മിനിമം സംരക്ഷണം കൊടുക്കാൻ പറ്റാത്ത താനൊക്കെ എന്ത് ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ് എന്ന് സ്വയം ചോദിച്ചതിന്റെ ഉത്തരമാണ് ഗൗതമന്റെ അച്ഛൻ വാങ്ങിച്ച ആ കാർ. ഇന്ത്യസ് ചീപ്പസ്റ്റ് കാർ.
അങ്ങനെയുള്ള ഒരു കാറിന്റെ സെക്കൻഡ്സ് പോലും സ്വന്തം കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത ഗൗതമിനെ ഞാൻ എങ്ങനെ എന്റെ മോളെ കെട്ടിച്ചു തരും? അല്ല, അങ്ങനെ പെട്ടെന്ന് വേണമെന്നൊന്നുമല്ല. പിന്നെ നല്ലൊരു ജോലിയൊക്കെ അവൾ വളർന്നു വന്ന സാഹചര്യം അതാണ്. അവിടുന്ന് മുകളിലേക്ക് കെട്ടിച്ചയക്കാനേ എനിക്ക് താല്പര്യമുള്ളൂ. അപ്പൊ ഗൗതമ, നിങ്ങൾ മെച്ചൂടല്ലാതെ എടുത്തൊരു തീരുമാനമായി കണ്ടാ മതി. നിങ്ങൾ തന്നെ സംസാരിച്ച് അതങ്ങ് ക്ലോസ് ചെയ്യും. നൈസ് മീറ്റിംഗ് യു. എന്റെ കാർഡ് വെച്ചോളൂ. മേ ബി ഐ ക്യാൻ ഹെൽപ്പ് യു ഇൻ സം അതർ വേ. ചെക്ക് പ്ലീസ്. നമ്മളൊക്കെ ചിന്തിക്കാതെ ഗൗതമ പല തീരുമാനങ്ങളും എടുത്തത്. ലൈഫിനെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണണമായിരുന്നു. അല്ലെങ്കിൽ ഇതുപോലെ ഇതൊക്കെ എനിക്ക് അറിയാൻ കല്യാണി. എന്താ നിനക്കറിയാവുന്നേ? ഇതൊക്കെ നിന്റെ അച്ഛൻ എന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞു. നീ എന്താ മനസ്സിലാക്കാത്ത ഗൗതമ? എനിക്ക് മനസ്സിലായ കല്യാണി. എന്ത് മനസ്സിലാക്കുന്ന നീ പറയണേ? നമ്മളൊന്നും ആലോചിക്കാതാണ് പരസ്പരം ഇഷ്ടപ്പെട്ടത്. എനിക്ക് മനസ്സിലായി. അത് മാത്രമല്ല, നമ്മുടെ പേരൻസിന്റെ കാര്യം നീ ആലോചിക്കാത്തെ എന്തിനാ? നീ ഒടുക്കത്തെ ക്ലീശയാണ്. വലിയ വീട്ടിലെ പെണ്ണ്, ജോലിയില്ലാത്ത പയ്യൻ, ഫാമിലി സമയം സെറ്റ് ആവില്ല. പക്ഷെ സംഭവം സത്യം. നീ വളർന്ന പോലത്തെ ഒരു സാഹചര്യം ഒന്നും എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയൊന്നുമില്ല. ഇത് ഇതുപോലെ അല്ല കൊണ്ടുപോകേണ്ടത്. അതെ, ഇതിങ്ങനെയല്ല കൊണ്ടുപോകണ്ട. അതിനാ നിന്റെ അച്ഛനും പറഞ്ഞു, ഇതിങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യമേ ഇല്ല. ഞാൻ പറഞ്ഞോട്ടെ ഗൗതമ? നീ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. അത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ട് തന്നെ ഞാൻ വന്നിരിക്കുന്നത്. പറ. എന്റെ ഈ സാഹചര്യത്തില് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന് കുറെ ലിമിറ്റ്സ് ഒക്കെ ഉണ്ട്. ഞാൻ മാക്സിമം ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. എന്തിനാ കല്യാണം ഇങ്ങനെ നീട്ടി വിളിക്കുന്നത്? നീ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആളല്ലേ. ഇത് വർക്ക്ഔട്ട് ആവില്ല. നമുക്ക് പിരിയാം. ആകാശം ദൂരെ ദൂരെ, നീ എങ്ങോ താഴെ താഴെ, തുമ്പി നീ കല്ലെടുത്ത് പാറാൻ നോക്കണ്ട. വേണ്ട വേണ്ട പാശ്രമങ്ങൾ, നീയോ ഏറെ മുന്നിലല്ലേ. പറ്റില്ല പറ്റത്തില്ല, നിന്നെ കൊണ്ടൊക്കത്തില്ല. തീയിൽ പോയി വീണോരെല്ലാം ഫീനിക്സ് ആകില്ല. വേണ്ട വേണ്ട പാശ്രമങ്ങൾ, നീയോ ഏറെ മുന്നിലല്ലേ. Bang bang, bang bang, bang bang, bang bang, bang. രാവിലെ ചായയും വീട് വന്നിലിച്ച്, ആരുടെ വീട്ടിലെ പട്ടി മോങ്ങി തെരുവിലിച്ച്, റോഡ് ബ്ലോക്കിൽ വണ്ടി നിന്ന് നാട്ടുകാരെ വഴി പറഞ്ഞ്, ഗട്ടറിൽ കുരുങ്ങി നിന്ന് വട്ടമിട്ട ടയറിഞ്ഞ്, മാലകൾ ഭാര്യയും ഇരുട്ടിലെന്ന് പോയി മറഞ്ഞ്, വാടനും മറുതയും കടക്കി ചുറ്റും വട്ടമിട്ട് ദുഃഖം എന്നെ നോക്കി നിന്നൊരിട്ടി പോലും പേരടിഞ്ഞടഞ്ഞു നിന്ന കടകു കാരുലൊക്കെ കൊണ്ട് പൂട്ടിയിട്ട്. താരല്ല റോഡോരം
എന്തോരം പോയിടാൻ മാർഗങ്ങൾ മഞ്ഞാലെ മൂടുന്നേ നേരമാ സ്വപ്നങ്ങൾ രാവത്ത് കാണുന്ന കള്ളമാണ് സത്യമോ വിരൂപമാണ് നോക്ക് കണ്ണാടി ലോകം നിങ്കതി ശാപം നിന്റതി ശൂന്യം നിന്റെ ജയമിനിയുമേ ഇനിയുമേ ശോകം നിങ്കതി ശാപം നിന്റതി ശൂന്യം നിന്റെ ജയമിനിയുമേ ഇനിയുമേ എന്താ ഇത്? അച്ഛാ എനിക്ക് ജോലി കിട്ടി. ഇത് ഇങ്ങനെയാണോ പറയണേ? ശ്രീലു എന്ന് വന്നേ, ദാ മോൻ ജോലി കിട്ടിന്ന്. ഈശ്വര പ്രാർത്ഥിച്ചതിന് ഫലമുണ്ടായി. ഞാനേ ഷിബുവിനെയൊക്കെ ഒന്ന് അല്ല വിളിച്ചു. എനിക്ക് അടുത്ത ആഴ്ച ജോയിൻ ചെയ്യണം. അപ്പൊ അതിനുമുമ്പേ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതെ, ഇതില് മുംബൈ എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. ട്രെയിനിങ് കഴിഞ്ഞ ഫസ്റ്റ് പോസ്റ്റിംഗ് മുംബൈയിലാണ്. അപ്പൊ ഇനി അച്ഛയും അമ്മയും നാണപ്പനും ഇവിടെ ഒറ്റയ്ക്ക്. നീ പതുക്കെ ഒരു അല്ല അതാ പറയാൻ വന്നേ. പോണതിന് മുമ്പേ നമ്മുടെ വണ്ടി വെക്കണം. അല്ല, അതിന്റെ ആവശ്യമില്ലല്ലോ മോനെ, അതിവിടെ കിടന്നോട്ടെ. ഞാനല്ലാതെ ഈ വീട്ടിലെ വണ്ടിയുടെ ആവശ്യമില്ലല്ലോ. ഇവിടെ ആരോടിക്കാനാ? അതിന് നീ നാടുവിട്ട് പോകുന്നല്ലോ, ഇടയ്ക്കൊക്കെ ലീവിന് വരില്ലേ, അപ്പൊ ഓടിക്കാലോ അല്ലേ? ഇല്ലമ്മ, ഇത്ര നല്ലൊരു കമ്പനിയിലൊക്കെ ജോലി ഇട്ടിട്ട് ഇനി വണ്ടി ഒന്നും ശരിയാവില്ല. നമുക്ക് പുതിയൊരു വണ്ടി വാങ്ങാം. പുതിയത് വാങ്ങാം, പക്ഷെ നാണപ്പനെ കൊടുക്കണ്ടല്ലോ. അച്ഛൻ 2 വണ്ടിയൊക്കെ ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ടോ നമുക്ക്? അല്ല മോനെ, നീ പോയി കഴിഞ്ഞാലും ആ വണ്ടി ഇവിടെ ഉമ്മർത്ത് കിടക്കുമ്പോ നീ ഇവിടെ ഉള്ള പോലൊരു തോന്നലാണല്ലോ ഞങ്ങക്ക്. അച്ഛൻ ചീപ്പ് സെന്റിമെന്റ്സ് ഒക്കെ ഒന്ന് നിർത്തുവോ? ആ വണ്ടി ഓടിത്തു കഴിഞ്ഞു, അതിന്റെ കാലം കഴിഞ്ഞു. ഗൗതമേട്ടാ, ഞങ്ങൾ നാണപ്പന വാങ്ങട്ടെ. അല്ലിപ്പോ പറഞ്ഞോർപ്പിച്ച പൈസ തരാം. നിനക്ക് വട്ടാണ് കഴിച്ചു. നമ്മൾ ഇത്ര ഓടിച്ച് ഇപ്പൊ 8 വണ്ടി ഓടിച്ച് നിനക്ക് എന്താണ് കാര്യം? വെറുതെ കാശുകളായിട്ട്. അതല്ലേട്ടാ, എന്റെ അച്ഛന്റെ ജീവനം കൊണ്ടുകൂടിയ വണ്ടിയല്ലേ, അതിവിടെ പോകുമ്പോ എന്തോ പോലെ. ഇതൊരു യന്ത്രമാണ്, 2 ജീവനുള്ള സാധനമല്ല. വെറുതെ ആവശ്യമില്ലാത്ത ഇമോഷൻ നിന്റെ അടുത്ത് കാണിക്കേണ്ട കാര്യമില്ല, മനസ്സിലായോ? അത് ഞാൻ തുറക്കാം. ലോക്ക് ചെറിയൊരു കംപ്ലൈന്റ് ഉള്ള, നമുക്ക് മാറ്റാതെ. ഇതിന്റെ ക്ലച്ചും കംപ്ലൈന്റാ. ക്ലച്ച് ലൂസ് അല്ലേ? പിന്നെ വയറിംഗ് ലൂസാ. അതിന്റെ കൂടെ കുറച്ചിട്ട് തന്നാൽ മതി. ഈ പേപ്പറും സൈൻ അത് ഞാൻ ഇപ്പൊ തന്നെ ചേച്ചിട്ട് കൊണ്ടുവരാം. ഓക്കെ. അച്ഛാ, ഇതൊന്ന് ഒപ്പിടണം. ഒന്നുകൂടെ അവിടെ കിടന്ന് തുരുമ്പെടുക്കത്തേ ഉള്ളൂ, പറയുന്ന കേക്ക്. ഒപ്പിട്. അപ്പൊ കൊണ്ടോ. ഒരു മിനിറ്റ്, ഞാനൊന്ന് നോക്കട്ടെ. ഒന്ന് കാലൊന്ന് കൊടുത്ത അത്രേ ഉള്ളൂ. വലിയ വിഷയമുള്ള കാര്യമൊന്നുമില്ല. ശരി.
നേരമായോ? ഇല്ല, കുറച്ച് നേരമായുള്ളൂ. ആ, പേപ്പേഴ്സ് ഒക്കെ ഇതിലുണ്ട്. അത് പിന്നെ ഫസ്റ്റ് അഡ്വാൻസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തായിരുന്നു, കിട്ടിയിരുന്നില്ലേ? ആ, അത് കിട്ടി. ഞാൻ എന്നാ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. എന്തെങ്കിലും വിളിച്ചാൽ ആയിക്കോട്ടെ. സാർ ഒരു മിനിറ്റ്, സാറിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് വണ്ടിക്കകത്തുണ്ട്, അതൊന്ന് എടുത്തോളൂ. ഞാനിപ്പോ ഷാമ്പു കുളിപ്പിക്കാൻ ഷിബു പറഞ്ഞു. സ്ലിക്ക് മേടിച്ച മുത്തശ്ശിക്ക്. സാർ എന്ത് പറ്റി? എന്തെങ്കിലും മിസ്സിംഗ് ആണോ? ഇല്ല, കിട്ടി. ഓക്കെ. പിന്നെ നല്ല ആർക്കെങ്കിലും കൊടുക്കണം കേട്ടോ. ആ, കൊടുക്കും. ഈ എൻ്റെ അടുത്ത് വന്ന് സെന്റിമെന്റ്സ് അടിച്ചിട്ട് ഒരു കാര്യമില്ല. എൻ്റെ സെന്റിമെന്റ്സിൽ ആയിട്ട് വീഴുമില്ല. അനക്ക് അത്ര സങ്കടമാണെങ്കിൽ എന്തിനാ വണ്ടി വിൽക്കാന്ന്? അത് 3 വർഷം മുമ്പേ പറ്റിയൊരു കയ്യബദ്ധമാണ് ബഷീർക്ക. അത് തിരുത്താൻ വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ ലൈഫിൽ ചിലതൊക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ വില മനസ്സിലാവാന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അത് വളരെ ശരിയാണ്. അതിനുശേഷം എനിക്കൊരു വാശിയായിരുന്നു കല്യാണിയുടെ അവളുടെ അച്ഛൻ്റെ മുന്നിൽ പ്രൂവ് ചെയ്യാനുള്ളൊരു വാശി. അന്റെ വാശിക്ക് ഓരോ തോന്നിയാസം കാട്ടിക്കൂട്ടാൻ എന്റെ അടുത്ത് വന്ന് സങ്കടം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ വണ്ടി തരൂല. എൻ്റെ ലൈഫിലെ ഓരോ നല്ല മുഹൂർത്തങ്ങളും ആ വണ്ടിക്കകത്ത് വെച്ചാൽ സംഭവിച്ചിരിക്കുന്നു. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും മരിച്ചുപോയ മുത്തശ്ശിയുടെ ഒക്കെ ഓർമ്മ നിങ്ങളുടെ കയ്യിലുള്ള വണ്ടിക്കകത്താണുള്ളത്. ഇനിയുള്ള കാലം ആ വണ്ടി എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് കിടക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ദൂരത്താണെങ്കിൽ നിങ്ങളെ കാണാൻ വേണ്ടി ഞാനിവിടെ വന്നിരിക്കുന്നത്. മോനെ, ഈ ഹരിഹർ നഗർ സിനിമ ഉണ്ടോ? അതിൻ്റെ അകത്ത് ഹോനായി വന്നിട്ട് അമ്മച്ചി ആ പെട്ടിങ് തന്നേരെന്ന് ഡയലോഗ് അടിക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ അടുത്ത് വന്നിട്ട് കാറ് കൊണ്ടാ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എനിക്കത് വിൽക്കാൻ താല്പര്യമില്ല. ബഷീർക്ക, നിങ്ങൾ എത്ര രൂപയ്ക്കായി വണ്ടി മേടിച്ചത്? നമ്മൾ 1,00,000 ഉറുപ്പിയും GST കൊടുത്തിട്ടാണ് വണ്ടി വാങ്ങിയത്. എൻ്റെ പൊന്നിക്ക, നിങ്ങളെ ഒരു പറ്റിച്ചു. വെറും 40,000 രൂപയ്ക്കാണ് ഞാൻ ഈ വണ്ടി കൊടുത്തത്, അറിയോ? 40,000 ഉറുപ്പിക്കോ? ആ, അല്ല, 60,000 ഉറുപ്പ അധികം പോരാത്ത GST. ഓട്ടെ, ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫർ തരാം. അനിയും കൂടി പറ്റിച്ചാണ്. ഞാനൊരു 1,25,000 രൂപ നിങ്ങൾക്ക് തരാം. വണ്ടി എനിക്ക് തരും. നടക്കൂല മോനെ, നമ്മളെ ബിരിയാണി ബിസിനസ് അതിൻ്റെ അകത്തല്ലേ നടക്കുന്നത്. ബിരിയാണിയോ? ആ, ഈ കണ്ടില്ലേ റോഡ് സൈഡിൽ ഉമ്മുക്കൊലിച്ചു ബിരിയാണി 50 ഉറുപ്പയ്ക്ക്. ഭയങ്കര ബിസിനസ്സാ. അത് നമ്മളതാ. ശരി, ഒരു 1,30,000 രൂപ തരാം. ഡീലാണോ? ബിരിയാണി ബിസിനസ് ഓട്ടോറിക്ഷ കിട്ടാൻ മാറ്റല്ലേ? പക്ഷെ നടക്കൂല. നമ്മളെ പെണ്ണുങ്ങൾക്കും കുട്ടിക്ക് ആ വണ്ടി കയറിയിട്ട് പൂതി മാറിയില്ല. ഇക്ക, 1,60,000 ലാസ്റ്റ് ഇതിൽ കൂടുതൽ ചോദിക്കുന്നത് എന്റെ 2 മാസത്തെ ശമ്പളമാണ്. ഭാര്യനും കുട്ടീനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനല്ലേ? അതിന്റെ മോളാ ഉമ്മുക്കുലിച്ചു. നിങ്ങൾ വണ്ടി ഒന്ന് നോക്കിക്കോളി.
എടി കിട്ടിയില്ലേ? അത് ബോംബെന്ന് ഹോനായി. നമ്മൾ ഈ വണ്ടി വാങ്ങുന്നതിന് അത് മൂപ്പരതേന്. ഇപ്പൊ മൂപ്പർക്ക് തിരിച്ചു വേണം. വണ്ടി കൊടുക്കേ? എന്തൊക്കെ നിങ്ങൾ പറയണത്? പറ്റൂല. എടി പൊന്നും വരെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേറെ പുതിയ വണ്ടി വാങ്ങാം. എന്നാലും നമ്മളെ ആദ്യത്തെ വണ്ടി ഒന്നും കുഴപ്പമില്ല, ഒക്കെ ശരിയാവും. ഹലോ വരി, നമുക്ക് കബൂറാക്കണ്ടേ? നല്ല കുട്ടിയല്ലേ, വാ. ഈ കാറിൽ ഈ മാമൻ കൊണ്ടുപോകും. ഈ മാമൻ ബാക്കി കുറേ പൈസ തന്നിട്ടുണ്ട്. കാറും ബൊമ്മയും ചോക്ലേറ്റും ഒക്കെ വാങ്ങാൻ. നമുക്ക് വാങ്ങാലോ? വാ, നല്ല കുട്ടിയല്ലേ, വാ. നല്ല മോളല്ലേ. അങ്ങനെ നിങ്ങളിതൊന്നും കാര്യാക്കണ്ട, എടുത്തോളി. എന്തെങ്കിലും സംശയം ധൈര്യമായിട്ട് എടുത്ത് വിട്ടോളി. ഞാനവനെ കൊണ്ടുപോകണില്ലക്ക. നിങ്ങളുടെ കൊച്ചിൻ്റെയും ഭാര്യയുടെ മുഖത്തുനിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവനിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്ര വലിയ സ്ഥാനമുള്ളതെന്ന്. ഞാനും ഈ അവസ്ഥ അനുഭവിച്ചിട്ടുള്ളതൊക്കെ എനിക്കത് മനസ്സിലാവും. ഇവനിപ്പോൾ ഈ വീട്ടിലാളാ. പോട്ടെ. മോനെ, അവൻ അവിടെ തന്നെയല്ലേ ഉള്ളത്? ഇല്ല അച്ഛാ, അത് പുള്ളിയുടെ നിന്ന് വേറെ ആരോ മേടിച്ചു. അയാളുടെ അഡ്രസ് എന്താ? അഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ ചിലപ്പോ. ഞാൻ പിന്നെ വിളിക്കാം. ഹലോ, ഒന്ന് നിക്കി. നമ്മളെ പെണ്ണുങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഇവക്ക് വയസ്സ് 5 ആയുള്ളൂ. കുറച്ച് മിഠായി വാങ്ങിക്കൊടുത്താൽ ഓളതൊക്കെ മറക്കും. അങ്ങനെയല്ല പ്രായമായ ആൾക്കാർ കാര്യങ്ങൾ. നിങ്ങൾ ഈ നാണപ്പനും കൊണ്ട് നിങ്ങളെ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളെ അച്ഛൻ്റെയും അമ്മേൻ്റെയും മുഖത്തുണ്ടാവുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് നിങ്ങളെ മനസ്സിൽ 100 ആയുസ. നിങ്ങൾ ആ വണ്ടി എടുത്ത് പോയാൽ എനിക്കൊരു സമാധാനം കിട്ടും. ചെല്ലി. ചെല്ലി. ഇത്രയും പൊന്നുവിലക്ക് വാങ്ങാൻ അതിനകത്ത് എന്താ ഉള്ളത്? അതിലോ എന്റെ കുറേ വിലപിടിപ്പുള്ള രക്തങ്ങളുണ്ട്. ഈ നട്ടിലും ബോൾട്ടിലും ഉണ്ടാക്കിയ സാധനത്തോട് എന്തിനത്ര സ്നേഹം എന്ന് കുറച്ച് പേർക്കെങ്കിലും തോന്നുന്നുണ്ടാവും. പക്ഷെ ഫസ്റ്റ് കാർ അതൊരു വികാരമാണ്. എല്ലാവരുടെയും വീട്ടിലൊരു ആദ്യത്തെ കാർ ഉണ്ടായിട്ടുണ്ടാവും. വീട്ടിലേക്കൊരു വാഹനം വരിക എന്ന് പറഞ്ഞാൽ അത് പുതിയൊരു അംഗം വരുന്നതിന് തുല്യമെന്ന് പണ്ട് മുത്തശ്ശി പറഞ്ഞതിൻ്റെ സാരം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ കുടുംബത്തോടൊപ്പം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ വീട്ടിലായിരിക്കും. പക്ഷെ ഒരു കുടുംബത്തിലെ എല്ലാവരും കൂടെ ഏറ്റവും അടുത്തിരിക്കുന്നത് ഒരു കാറിലായിരിക്കും.
ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും കഥ തീർന്നു എന്ന്. എന്നാ തീർന്നിട്ടില്ല. ഇതിനിടയ്ക്ക് ബഷീർക്കയോട് പറയാതെ ബാക്കി വെച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. നഷ്ടപ്പെട്ടത് ഓരോന്നായിട്ട് തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. ഇവനെ ഇന്ന് ഞാൻ ഒന്ന് എന്നെ ഞാൻ പറയുന്ന മൊത്തം അങ്ങോട്ട് കേട്ട് പോയാ മതി. അതെ, എന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് അച്ഛനെ കൺവിൻസ് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഐ കൻ വെയിറ്റ്. പിന്നെ നല്ലൊരു ജോലി വാങ്ങി നീ എന്നെ വിളിച്ചെടുക്കൊണ്ട് വരികയാണെങ്കിൽ ഞാൻ നിന്റെ നാണപ്പിന് കയറി വരും. പിന്നെ മറ്റുള്ളവർ സംസാരിക്കുന്നതിലേറി ഇടയ്ക്കേറി ഉണ്ടാക്കാൻ വരും. ഇപ്പൊ മനസ്സിലായില്ലേ, പെമ്പിള്ളേർക്ക് തേക്കാൻ മാത്രമല്ല ചേർക്കാനും അറിയാമെന്ന്. മാസം മാസം കൊല മാസം. കാലാകാലങ്ങളായി നടന്നു പോന്നിരുന്ന തേപ്പെന്ന ആചാരത്തിന് വിരാമോട്ടുകൊണ്ട് ബുള്ളറ്റ് യക്ഷി സോഷ്യൽ സ്റ്റാറ്റസിന്റെ അമിതഭാരമില്ലാത്തൊരു ബാഗുമായി അവളുടെ അച്ഛന്റെ ലങ്കയിൽ എന്നെയും കാത്തു നിന്നു. കല്യാണിയുടെ അച്ഛന്റെ മുന്നിലൂടെ അവളുടെ കയ്യും പിടിച്ചിറങ്ങിയപ്പോൾ പണ്ട് മുത്തശ്ശി പറഞ്ഞു തന്ന രാമായണത്തിന്റെ ക്ലൈമാക്സ് ആണ് എനിക്ക് ഓർമ്മ വന്നത്. ഇന്നുണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞേനെ. അങ്ങനെ ലങ്കയിലെത്തി രാവണ നിഗ്രഹവും കഴിഞ്ഞ് അയോധ്യയിലേക്ക് രഥത്തിൽ വന്ന് സീതാസമേതനായ ശ്രീരാമനെ പോലെ പുതിയൊരു ജീവിതത്തിലേക്ക് എൻ്റെ ഗൗതമനും കല്യാണിയും എൻ്റെ ഗൗതമന്റെ രഥത്തിൽ ഇങ്ങനെ 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 കഥ